بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. قال نبيكم صلى الله عليه وسلم: أكثر ما يدخل الناس الجنة تقوى الله وحسن الخلق، وأكثر ما يدخل الناس النار الفم والفرج. صدق شفيعنا رسول الله صلى الله عليه وسلم. ആദരണീയരായ ഉസ്താദുമാരെ, മുതഅല്ലിംകളെ, കാരണവന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിയണം, പഠിക്കണം എന്നുദ്ദേശിക്കുന്ന ധാരാളം സഹോദരി സഹോദരങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മുടെ അൽഖമറിൽ വെച്ച് എല്ലാ തിങ്കളാഴ്ചയും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരു ഹ്രസ്വമായ പഠനം ചുരുങ്ങിയ സമയത്ത് നടത്താനാണ് ഇങ്ങനെ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനമാണ് അറിവുകളിൽ വച്ച് ഏറ്റവും വലിയ അറിവ്. ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൻ്റെ ആരംഭത്തിൽ അത് വിശദമായി പ്രതിപാദിച്ചത് കാണാം. ജ്ഞാനങ്ങളിൽ ഏറ്റവും വലിയ ജ്ഞാനം അല്ലാഹുവെ അറിയലാണ്. അല്ലാഹുവിനെ അറിയാൻ അവൻ്റെ കഴിവുകളും സിഫത്തുകളും ഏറ്റവും അധികം അല്ലാഹു തആല വിശദമാക്കി പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിലാണ്. അപ്പോൾ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിലുള്ള ഇൽമ് വളരെ കൂടുതലായിരിക്കും. അത്രയധികം ഖുർആനിൽ പഠിക്കാനുണ്ടോ? ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. പഠനത്തിന്
കൂടുതൽ ശ്രദ്ധയും പഠിക്കാനുള്ള കുശാഗ്ര ബുദ്ധിയും നേടിയെടുക്കാനുള്ള അവഗാഹവും ഉണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യന്റെ എന്നല്ല, എത്ര നൂറ്റാണ്ടിലെ ആളുകൾ താവടിയായി പഠിച്ചു വന്നാലും തീർക്കാൻ കഴിയാത്ത ഒരു അധ്യായമാണ്. ആ ഖുർആൻ പഠിക്കുന്നതിനനുസരിച്ച്, അറിയുന്നതിനനുസരിച്ച് ഇരുലോകത്തെയും പുരോഗതി മനുഷ്യർക്ക് വർദ്ധിച്ച് ലഭിക്കും. അത്ര കണ്ട് ഖുർആൻ പഠിച്ചവരാണ് പൂർവികരായ മഹത്തുക്കൾ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദീർഘിച്ച സൂറത്താണ് സൂറത്തുൽ ബഖറ. ആ അൽ ബഖറ സൂറത്തിലെ 2 ആയത്തുകളാണ് നാം ഇവിടെ ഓതി വെച്ചത്. ആമുഖമായി 1-2 കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഞാൻ അതിന്റെ തഫ്സീറിലേക്ക് വരാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ, അതിന് മഹാന്മാരൊക്കെ വിളിക്കുന്നൊരു പേരുണ്ട്, ഫുസ്താത്തുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ മേൽക്കൂര, ഖുർആനിന്റെ മേലാപ്പ്, ഖുർആനിന്റെ കൂടാരം, ഖുർആനിന്റെ വലിയൊരു പന്തലാണ് സൂറത്തുൽ ബഖറ. കാരണം സൂറത്തുൽ ബഖറയിൽ വിഷയങ്ങൾ സമർത്ഥിച്ചതുപോലെ, ഉൾപ്പെടുത്തിയതുപോലെ മറ്റൊരു സൂറത്തിലും നമുക്ക് കാണാൻ കഴിയില്ല. ഏറ്റവും സുദീർഘമായ സൂറത്ത് സൂറത്തുൽ ബഖറയും ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസറും, ഏറ്റവും ദൈർഘ്യമുള്ള ആയത്ത് ആയത്തുദ്ദൈൻ, കടത്തെ സംബന്ധിച്ച് പറയുന്ന ആയത്താണ്. അത് സൂറത്തുൽ ബഖറയിലാണുള്ളത്. അത്ര ദൈർഘ്യമുള്ള ആയത്ത് മറ്റൊരു സൂറത്തിലുമില്ല. ആ സൂറത്തുൽ ബഖറ അത് തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിലെ കർമ്മശാസ്ത്ര മസ്അലകളും സൂറത്തുൽ ബഖറ പ്രതിപാദിക്കുന്ന വിഷയങ്ങളുമൊക്കെ മഹാനവറുകൾ പഠിച്ചെടുത്തത് 12 വർഷം കൊണ്ടാണ്. ആരാണ് ഈ പഠിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മെപ്പോലെയുള്ള ആളുകളല്ല. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധി കൊണ്ടും ഇൽമു കൊണ്ടും അള്ളാഹു അനുഗ്രഹിച്ചവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബത്താണ്. അവരാണ് പിൽക്കാലത്തുള്ള ജനങ്ങൾക്കൊക്കെ വിജ്ഞാനത്തിന്റെ വെളിച്ചം വീശിയത്. അതിൽ പ്രഗത്ഭനായ മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു ഈ അൽ ബഖറ സൂറത്ത് മാത്രം പഠിച്ചെടുത്തത്, കാണാതെ പഠിച്ചതല്ല പറയുന്നത്. കാണാതെ പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരു പക്ഷേ കുറഞ്ഞ ദിവസങ്ങൾ മതിയാകും, കുറഞ്ഞ മണിക്കൂറുകളും മതിയാകും. റിഫായി ശേഖനെ പോലെയുള്ള മഹാന്മാർക്ക് മണിക്കൂറും വേണ്ട ആവശ്യമില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആ ഗണത്തിൽപ്പെട്ടതാണ്. അതെങ്ങനെ മറിച്ചാൽ മതി. അവരാണ് ഏറ്റവും വലിയ ഫോട്ടോസ്റ്റാറ്റിന്റെ കേന്ദ്രം. മറിക്കുമ്പോഴേക്ക് അവർക്ക് ഹിഫ്ലാകാണ്, ഒരാവർത്തി വായിക്കൊന്നും വേണ്ട. മാലിക് ഇമാമിന്റെ അടുത്ത് ഓതാൻ വേണ്ടി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വന്നപ്പോ ചെറിയ പ്രായം, 18-20 വയസ്സുണ്ടാവും. ചോദിച്ചു, കുട്ടിക്ക് എന്തെല്ലാം അറിയാം? വിശുദ്ധ ഖുർആൻ അറിയും. ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചിട്ടുണ്ട്. പിന്നെന്താ അറിയും? എനിക്ക് അൽ മുവത്ത എന്ന ഹദീസിന്റെ ഗ്രന്ഥം മുഴുവനായും അറിയും. അപ്പൊ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒന്ന് തഹയ്യുറായി പോയി, പരിഭ്രമിച്ചു. ഈ മുവത്ത എഴുതിയത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ആ മുവത്ത എഴുതിയ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത
ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ കയ്യിലില്ല. ഷാഫി ഇമാം റളിയല്ലാഹുവിന് ഇതിന്റെ കോപ്പി കിട്ടിയിട്ടില്ല. പിന്നെ എവിടുന്ന് ഇഫ്ലാക്കി? എവിടെയോ ഒരു ലൈബ്രറിയിൽ ഒരു ഉസ്താദിന്റെ ഹദറത്തിൽ പോയപ്പോ അവിടെയുണ്ട് മുവത്തയുടെ കോപ്പി, എഴുത്തുപ്രതിയാണ്. ഇന്നത്തെ പോലെ പ്രിന്റിംഗ് അല്ല. ആ എഴുതിയ പ്രതി അതന്നെ പല രൂപത്തിൽ എഴുത്തുണ്ടാവും. അതൊരാവർത്തി ഇങ്ങനെ മറിച്ചു നോക്കിയതാണ്. അതെങ്ങനെ ഇഫ്ലായി? ഇമാം മാലിക് റളിയല്ലാഹുവിന് പിന്നെ മുവത്ത ഓതി കൊടുക്കാൻ ഏൽപ്പിച്ചത് വലിയ പണ്ഡിതന്മാർക്ക്. ഷാഫി ഇമാം റളിയല്ലാഹുവിന് ചെറിയ വയസ്സുള്ള ആൾ. ഷാഫി ഇമാം റളിയല്ലാഹുവിനേക്കാളും 20-25 വയസ്സ് അധികമുള്ള ആളുകൾക്ക് മുവത്ത ഓതി കൊടുക്കുന്നത് ഇമാം ഷാഫി റളിയല്ലാഹുവിനാണ്. അതെത്രമാത്രം വലിയ ബുദ്ധിയാണ്! ആ ഇമാം ഷാഫി റളിയല്ലാഹുവിനു പേനയും പേപ്പറും ഒന്നുമില്ലാതെ ഒരൊറ്റ ക്ലാസ്സിൽ നിന്നല്ലേ 25 ഹദീസ് അങ്ങനെ തന്നെ മനഃപ്പാടമാക്കിയത്. ആദ്യം വന്ന് അസ്റിന്റെ ശേഷം നടക്കുന്ന ദർസിൽ ഒരു മൂലയിലിരുന്ന്, കാരണം അവരെ സൊഫിലിരിക്കണമെങ്കിൽ സമ്മതം കിട്ടണം, മെമ്പറായിട്ടില്ല, ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നതാ. ഇമാം മാലിക് റളിയല്ലാഹുവിന് പറഞ്ഞു കൊടുക്കുന്ന ഹദീസുകൾ മുഴുവനും ഷാഫി ഇമാം റളിയല്ലാഹുവിനു കുട്ടികളൊക്കെ എണീറ്റ് പോയ ശേഷം ഉസ്താദിന്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞ് അങ്ങനെ ഒരു കത്ത് കൊടുത്തു. കത്തിങ്ങനെ വായിച്ചിട്ട് ആ കത്ത് ഇമാം മാലിക് റളിയല്ലാഹുവിന് വലിച്ചെറിഞ്ഞു. ഒരാളെ റെക്കമെൻഡ് കൊണ്ട് സ്വീകരിക്കേണ്ടതല്ല ഇൽമ്. മക്കയിലെ ഗവർണറെ കത്താണത്. അത് വേണ്ട. ഇത് ദർസ് ഓതാൻ, കിതാബ് ഓതാൻ വേണ്ടി വന്നത്. സെലക്ഷൻ ഉണ്ട്. അതാണ് ഈ നടത്താൻ പോകുന്നത് സെലക്ഷൻ. എന്താണ് സെലക്ഷൻ? ആ കുട്ടിയുടെ ഇൽമിലുള്ള മെമ്മറി പവർ പരിശോധിക്കുകയാണ്. നീ ഇങ്ങനെ എൻ്റെ കുട്ടികളെ മുതല്ലിമീങ്ങളെ ബാക്കിൽ ഇരുന്നപ്പോ ഇമാം മാലിക് റളിയല്ലാഹു പറയാണ്, നിങ്ങളെന്തോ കളിക്കുന്നത് ഞാൻ കണ്ടല്ലോ. ഇമാം ഷാഫി റളിയല്ലാഹുവിനോടാണ് പറയുന്നത്, കളിക്കുന്നത് കണ്ടല്ലോ. ഉസ്താദേ, ഞാൻ കളിച്ചതല്ല. അവരൊക്കെ മുന്നിൽ പേനയും പേപ്പറും ഉണ്ട്, എഴുതാനുള്ള പേപ്പർ. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു പേന ഞാൻ എൻ്റെ കൈകൊണ്ട് പിടിച്ചിട്ടില്ല. അത്രയും ദാരിദ്ര്യത്തിലാണ് ജീവിതം. പക്ഷെ ആ ഉമ്മയുടെ മനസ്സ് നമ്മുടെ ഈ ആധുനിക യുഗത്തിലുള്ള സുഖസുഷുപ്തിയിൽ ജീവിക്കുന്ന ഭൗതിക താല്പര്യം മാത്രം ലക്ഷ്യം വെക്കുന്ന രക്ഷിതാക്കൾ നന്നായി മനസ്സിലാക്കണം. ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ. അമ്മാവന്മാര് പലരും ആ കുട്ടിയെ ഓതാൻ വിടണ്ടെന്ന് പറഞ്ഞിട്ടും ഉമ്മ കേട്ടില്ല, മശാഠ്യം പിടിച്ചു. മദീനയിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ കുടുംബക്കാർ പലരും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഉമ്മ പിടിച്ച പിടുത്തത്തിൽ ഓതാൻ പോയ കുട്ടി വീട്ടിൽ വന്നിട്ട് വാപ്പാനോട്, ഞാൻ പോണില്ല, നാജു പോയി ആ അണ്ടി വർക്കിക്കോ. അപ്പൊ കുട്ടിക്ക് മനസ്സിലായി ഇതൊക്കെ വാപ്പാനോട് എന്നോ ചോദിക്കണ്ടെന്ന്, വെറുതെ അവിടെ പോയി 2 കൊല്ലം കൈ തേക്കണ്ടില്ലേ. ഉമ്മാനോട് ഉമ്മ പറഞ്ഞു, എന്നാ അവിടെ കസേരയിരുന്നോ, ടൈമാകുമ്പോ ഞാനങ്ങനെ വളർത്തിത്തരാം. അവിടെ രക്ഷിതാക്കള് കുട്ടി പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള ആളാണ്, എന്തോ ചെറിയൊരു അലസത വന്നെങ്കിൽ അതിന് കൂട്ടി നിൽക്കല്ല വേണ്ടത്. ആ കുട്ടിക്ക് വേണ്ട പ്രചോദനം കൊടുത്ത് ഇൽമിന്റെ വഴിയിൽ ആ കുട്ടിയെ പിടിച്ചു നിർത്താൻ കഴിയുമോ പിടിച്ചു നിർത്തണം. വേറെന്തെങ്കിലും അല്ലറ ചില്ലറ കാരണങ്ങളും വിഷമങ്ങളും ഉള്ള കുട്ടികൾ ഒരു പക്ഷേ മാറിയെന്ന് വരും. അതെല്ലാത്തിലും സ്വാഭാവികമാണ്. പക്ഷേ കുട്ടി പഠിക്കാൻ നല്ല കഴിവുണ്ട്, ചെറിയൊരു അലസത വന്നു. അപ്പൊ ആ അലസതക്ക് അവർ സപ്പോർട്ടും കൂടി ചെയ്താൽ പിന്നെ അത് കട്ടി കൂടുകയും കുറയൂല. കുടുംബക്കാര് മുഴുവനും എതിർത്തിട്ടു ഇമാം ഷാഫി റളിയല്ലാഹുവിനെ മദീനയിലേക്ക് അയക്കാൻ. മദീനയിലേക്ക് വരുന്ന ഇമാം ഷാഫി റളിയല്ലാഹു 10 കൊല്ലമാണ് മദീനയിൽ ഓതി പഠിക്കുന്നത്. അത് പറഞ്ഞാലും പേടിയാണ്. ഇപ്പോ അതൊക്കെ പേടിയാണ്. അപ്പൊ ആൾക്കാർ പറയും, അത്രയും തോന്നെ പഠിക്കാനുള്ളത് ഷാഫി ഇമാം റളിയല്ലാഹു വെറുതെ പോയി പഠിച്ചതാ. അങ്ങനെ പഠിക്കാനില്ല, വെറുതെ കാലം കഴിക്കണം. എന്തിനാണ് കാലം കഴിക്കല്ല, ഇൽമു പഠിക്കണോ അവഗാഹത്തോടെ. തുറ പഠിക്കാനുണ്ട്. ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ്, അല്ലാഹു കൊടുത്ത ഇൽമു കൊണ്ട് നമുക്ക് ബർക്കത്ത് തേടി തരട്ടെ. ഉസ്താദുൽ അസാത്തീന്റെ അടുത്ത് വന്ന് ജമ്മുൽ ജവാമി ഓതുന്ന ഉസ്താദുമാര് ബാക്കിയാത്തിൽ പോയി ബിരുദം എടുത്ത ശേഷം പിന്നെയും 2-3 കൊല്ലം ഇരുന്ന് ഓതുകയാണ്. ആ ഓതിയ ഉസ്താദുമാര് പറയുന്നത്
മുമ്പൊന്നും കിട്ടാത്ത ഒരുപാട് ഇൽമാണ് ഹോക്കെ ഉസ്താദിൽ നിന്ന് അവർക്ക് കിട്ടിയത്. അപ്പൊ സഹോദരങ്ങളെ, ഇൽമു പഠിക്കുകയാണെങ്കിൽ ധാരാളമുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മളതിനെ ലാഘവത്തോടെ കണ്ടപ്പോ നമ്മുടെ മനസ്സിലും അത്രേ ഉള്ളൂ എന്ന് കരുതി. ഇതൊക്കെ എത്ര എളുപ്പം, എത്ര കുറച്ച് പഠിക്കാനുള്ളൂ. പക്ഷെ കാര്യമാത്ര പ്രസക്തമായ എന്തെങ്കിലും ഒരു വിഷയം വന്നാ അതിപ്പോ എവിടെ, അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ, നമ്മളറിയില്ലല്ലോ, പൊതുവെ ആൾക്കാർ പറയും. എന്നാൽ മുൻഗാമികൾ അങ്ങനെയല്ല. അവര് എത്ര വലിയ ആളുകൾ തലകുത്തി മറിയുന്ന വിഷയം വന്നാലും കൊല്ലങ്ങളോളം അവർ പഠിച്ചെടുത്ത ആ വലിയ ഭാണ്ഡങ്ങളിലേക്ക് മനസ്സൊന്ന് ഓടിക്കുകയും അതിലുള്ള ഓരോ പേജുകൾ ഇങ്ങനെ മറിച്ചിടുമ്പോഴേക്ക് ഉത്തരം റെഡിക്ക് വന്നു. എത്ര സാഹസപ്പെട്ട വിഷയം വന്നാലും മറുപടി പറയും. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാര് ഇമാം ഷാഫി റളിയല്ലാഹുവിനോട് തുരുതുരാ ചോദ്യം ചോദിച്ച് എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞപ്പോ അവര് ഷാഫി ഇമാം റളിയല്ലാഹുവിനോട് ഈ ഇൽമു പഠിപ്പിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഈ മറുപടി കേട്ടിട്ട് കസേരയിലിരിക്കുന്ന ഹാറൂൻ റഷീദ് എന്ന രാജാവ് താഴെ ഇരുന്നിട്ട് ഷാഫി ഇമാം തങ്ങളോട് നിങ്ങൾ എനിക്ക് വസിയത്ത് തരണം എന്ന് പറയാം. രാജാവ് വിളിപ്പിച്ചതാണ് കോർട്ടിലേക്ക്. അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാരെ വല്ലാതെ ബഹുമാനിക്കുന്ന മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ റളിയല്ലാഹുവിനെ കാണാൻ കഴിയാത്ത സങ്കടം മഹാനവറുകൾ തീർക്കുന്നത് ശിഷ്യന്മാരുടെ ഇൽമു കൊണ്ടാണ്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹുവിന്റെ ശിഷ്യൻ എവിടെയെങ്കിലും ദർസ് എടുത്തുന്നത് കേട്ടാൽ അവിടെ പോയിരിക്കും. എന്നിട്ട് അങ്ങനെ സംശയങ്ങൾ ഇട്ടുകൊടുക്കും. അപ്പൊ അതങ്ങനെ മറുപടി വരും. ആ മറുപടിയൊക്കെ ഹിഫ്ളാക്കും. ഇമാം ഷാഫി റളിയല്ലാഹുവിന് ചിന്തിക്കുന്നത് ഈ മറുപടിയിലൂടെ ഷാഫി ഇമാം റളിയല്ലാഹുവിന് കരസ്ഥമാക്കുന്ന ഇൽമ് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹുവിന്റെ ഇൽമാണ്. അതുകൊണ്ട് ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ബുദ്ധിയും ഇൽമും ഹാറൂൻ റഷീദ് മനസ്സിലാക്കിയപ്പോൾ ഹാറൂൻ റഷീദ് രാജകസേരയിൽ ഇരുന്ന് തായോട്ടിരുന്ന് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ശിഷ്യത്വം നേടുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എത്ര വലിയ കഴിവാണ് ഇൽമിന്റെ വിഷയത്തിൽ ആർജിച്ചെടുത്തത്. അമ്മാവന്മാര് പറഞ്ഞ വാക്കിന് ഉമ്മ എങ്ങാനും സമ്മതം മൂളിയാൽ ഇങ്ങനെ ഒരു സംഭവം ലോകത്തുണ്ടാകും. നമ്മളാരെങ്കിലും ഷാഫി മദ്ഹബുകാരാകും? അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹുവിന്റെയും ഇൽമ അങ്ങനെയാണ്. എന്താണോ കാണുന്നത് ഹിഫ്ളായി, കാണുന്നത് അപ്പടി ഹിഫ്ളായി മഹാനവറുകൾക്ക്, പിന്നെ ഒരാവർത്തി വായിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനെയും മേലെയാണ് സ്വഹാബത്തിന്റെ ഇൽമ്. ആ സ്വഹാബിമാരിൽപ്പെട്ട പ്രമുഖനായ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ പഠിച്ചതാ ഞാൻ പറഞ്ഞു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉസ്താദ് പരിശോധിച്ചത് ക്ലാസ്സിൽ കേട്ട വിഷയങ്ങൾ ചോദിച്ചിട്ടാണ്. ഞാനിവിടെ 25 ഹദീസ് പറഞ്ഞു കൊടുത്തു. ഉസ്താദ് പറഞ്ഞപ്പോ ഞാനിങ്ങനെ എഴുതായിരുന്നു. എന്റെ പേന എന്റെ വിരലാണ്. ഉമിനീരെടുത്ത് മഷി വേറൊന്നും ഇല്ലല്ലോ. ആ കയ്യും നോക്കട്ടെ, കൈ ഇങ്ങനെ നോക്കും. കൈ നോക്കിയാലും വല്ലതും കാണോ? കാണും. കൈ നോക്കിയാലൊക്കെ കാണും. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും വിഷമങ്ങൾ ആളുകൾ വന്ന് പറഞ്ഞാൽ ഒരു കടലാസിൽ എഴുതിയിട്ടോ ഒരു ഇലയിൽ എഴുതിയിട്ടോ ഒന്നുകിൽ അത് ഭക്ഷിക്കാനോ അല്ലെങ്കിൽ അരയിൽ കെട്ടാനോ മറ്റൊക്കെ ആയിട്ട് കൊടുക്കും. അപ്പൊ ഒരിക്കൽ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എഴുതിയ ഇല ഇങ്ങനെ ഒരാളിങ്ങനെ നോക്കി, അതിലൊന്നും കാണാനില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരു പ്രശ്നമുണ്ട്, ഉസ്താദ് എന്തെങ്കിലും ചെയ്തു തരണം. അപ്പൊ ഇല കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഈ ഇല കൊടുത്തു. അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിന് ഞാൻ എഴുതിയ ഇലയാണല്ലോ എന്ന് പറഞ്ഞു. ഒരക്ഷരം പോലും അതിൽ കാണാനില്ല. പക്ഷേ അവരെ കണ്ണുകൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ എന്താണ് അതിൽ എഴുതിയതെന്നും എത്ര ഹർഫാണ് എഴുതിയതെന്നും എപ്പോഴാണ് എഴുതിയതെന്നും ഡീറ്റെയിൽസ് ഒക്കെ അങ്ങോട്ട് കിട്ടും. അത് നമ്മുടെ ഉപകരണങ്ങൾക്ക് അസാധ്യമായ ഒരു വിഷയമാണ്. എത്ര ഉപകരണങ്ങൾ ടോർച്ചടിച്ച് നോക്കിയാലും അതിലൊന്നും കാണൂല. അത് അള്ളാഹു നൽകുന്ന മാരിഫത്തിന്റെ നൂറ് കൊണ്ട് ബസീറത്തുള്ള കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. 25 ഹദീസാണ് അന്ന് അവിടെ അസറിന് ശേഷം ക്ലാസ് എടുത്തത്. അപ്പൊ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം, 2-3 ഹദീസ് എന്നല്ല ഓതല്, 25 ഹദീസ് ഓതലുണ്ട്.
അപ്പൊ അത്രയും തോന്നെ പഠിക്കാനുണ്ട്, പഠിക്കുകയും വേണം എന്ന് മനസ്സിലായി. അതില്ല കുറെ പേർക്കിനോട് പരാതി പറയാനല്ല, നമ്മൾ പഠിക്കാനാണ് കൂടുതൽ ഓതുന്നത്. അപ്പൊ നമ്മൾ പഠിക്കന്നെ, മുഴുവൻ സമയം ഇരുന്ന് പഠിക്കാൻ, പഠനത്തിൽ അങ്ങോട്ട് മുഴുകൻ. അള്ളാഹു പഠിക്കുന്ന എല്ലാവർക്കും പഠനത്തിൽ വലിയ ഉയർച്ച നൽകുമാറാകട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള ഹല്ലം വാഫിർ അള്ളാഹു നമുക്കും നമ്മുടെ ശിഷ്യന്മാർക്കും ഈ സ്ഥാപനത്തിലും മറ്റു സ്ഥാപനങ്ങളും ദർശനം പഠിക്കുന്ന എല്ലാ മുത്താലിമീങ്ങൾക്കും അള്ളാഹു ഏറ്റി നൽകുമാറാകട്ടെ. ഇൽമിൽ അള്ളാഹു നമുക്ക് നൽകുന്ന നഫ്അ് ഇരു ലോകത്തും വലിയ നഫ്ആക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഹദീസ് സനദ് സഹിതം വിശദീകരിച്ചു കൊടുക്കുകയാണ്. കാരണം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പറയുമ്പോൾ ഉടനെ പറയും, ആ ഹദീസ് പറയുന്നതിന്റെ മുമ്പ് അതിന്റെ സനദ് പറയും. ആരിൽ നിന്നാണ് ഈ ഹദീസ് കേട്ടത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദിൽ നിന്ന്. ആ ഉസ്താദ് അവിടുത്തെ ഉസ്താദിൽ നിന്ന്, ആ ഉസ്താദ് അവിടുത്തെ ഉസ്താദിൽ നിന്ന്, ആ ഉസ്താദ് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 or 5 ആളുകളെ അതിനിടയിൽ ഉണ്ടാകും. ചുരുക്കം ചില സനദുകളിൽ 3 ആളുകളെയും കാണാം. അത്രയും അടുത്ത സനദുള്ള ആ സനദ് വായിച്ച് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ഹദീസ് അമ്മൽ അവൽ, ഒന്നാമത്തെ ഹദീസ്. 25 ഹദീസും വരിവരിയായി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഓതി കൊടുത്തു. അപ്പൊ സെലക്ഷൻ കിട്ടി. സെലക്ഷൻ കിട്ടിയാൽ ആദ്യം ഉപദേശം ഉണ്ടാവും ഉസ്താദുമാരെ വക. അതും അവിടെ ഉണ്ടായി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവോട് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു, മോനെ ഇത്തഖില്ലാ, അല്ലാഹുവിനെ തഖ്വ ചെയ്യണം, ഒരിക്കലും മാസിയത്തുമായി ബന്ധപ്പെടരുത്. ഇൽമ് അല്ലാഹു നൽകുന്ന നൂറാണ്. വനൂറുല്ലാഹി ലാ യുത്താ ലിആസി, ദോഷിക്ക് അല്ലാഹുവിന്റെ നൂറ് നൽകപ്പെടുകയില്ല. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കണം എന്ന വസിയത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നൽകുകയും ചെയ്തു. ഇരിക്കട്ടെ, അവരൊക്കെ നന്നായി പഠിച്ചു. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ധാരാളം പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലിയ ബുദ്ധിയുള്ള മഹാനല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, റളിയല്ലാഹുവിന്റെ പുത്രൻ. മഹാനവറുകൾ സൂറത്തുൽ ബഖറയിലുള്ള മുഴുവൻ അറിവുകളും സംഭരിച്ചത് 8 വർഷം കൊണ്ടാണ്. അപ്പൊ എത്രയാ പഠിക്കാനുള്ളത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിന്റെ ഇൽമുള്ള ആളുകൾക്ക് നൽകിയ സ്ഥാനം ലോകത്ത് തങ്ങൾ വേറൊരാൾക്കും നൽകിയിട്ടില്ല. യുദ്ധത്തിനൊക്കെ ചിലപ്പോൾ നബി തങ്ങൾ ഒരു സംഘത്തെ അയക്കുമ്പോൾ അതിൽ 300, 400, 500 ഒക്കെ ആളുണ്ടാവും. ഒരിക്കൽ തങ്ങൾ പറഞ്ഞയക്കുമ്പോ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ ആളാണ് അമീറായി നിൽക്കുന്നത്. എല്ലാവരും ഇങ്ങനെ നോക്കി അല്ലേ? പത്രത്തിൽ മുഴുവൻ ചെയ്തില്ല പ്രായം കുറഞ്ഞ കൗൺസിലർ, പ്രായം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ചെയർമാൻ, പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്. അത് ആളുകൾ പ്രത്യേകം വായിക്കും. ഓ, ഭാഗ്യവതി അല്ലെങ്കിൽ ഭാഗ്യവാൻ, ഈ 21ാം വയസ്സിൽ തന്നെ കസേര കിട്ടിയ വലിയ ആളന്നെ. ആളുകളത് വായിക്കാനുള്ള കൗതുകത്തോടെ. എന്നാലും പ്രായമുള്ള സ്വഹാബത്ത് അടക്കമുള്ള മഹാന്മാർക്ക് ചെറിയ ചെറുപ്പക്കാരനെ നേതാവാക്കി കൊടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്ഹബു ഫഅൻത അമീറുഹും, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ അവരെ നേതാവാണെന്ന് പറഞ്ഞേക്കുമ്പോ എന്താണ് ആ ചെറുപ്പക്കാരന്റെ കയ്യിലുള്ളത്? സൂറത്തുൽ ബഖറ ഹിഫ്ളാക്കിയിട്ടുണ്ട്. അതാണ് മുന്തിക്കാൻ കാരണം. സൂറത്തുൽ ബഖറ മുഴുവനും കാണാതെ പഠിച്ചു എന്ന കാരണം കൊണ്ട് അവിടെ പ്രായത്തിന്റെ പ്രശ്നമല്ല, പരിഗണനയാ. അത്രമാത്രം പഠിക്കാനുള്ള വലിയ വിഷയങ്ങൾ ഈ സൂറത്തുൽ ബഖറയിലുണ്ട്. അതിന്റെ മഹത്വം പഠിപ്പിച്ച ധാരാളം ഹദീസുകൾ കാണാം. ഇഖ്റഉ സൂറത്തുൽ ബഖറ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതണം. ഫഇന്ന അഖ്ദഹ ബറക, സൂറത്തുൽ ബഖറ സ്വീകരിക്കുന്നത് ബറക്കത്താണ്. സൂറത്തുൽ ബഖറയിൽ നിന്ന് എന്താണ് ഒരാൾ സ്വീകരിക്കുന്ന ആയത്തുകൾ, അതൊക്കെ ബറക്കത്താണ്. വതർകഹ ഹസ്റത്തുൻ, സൂറത്തുൽ ബഖറ ഒഴിവാക്കുന്നത് നഷ്ടമാണ്, ഖേദമാണ്. ലാ യസ്തതിഉഹൽ ബത്ല, സാഹിര്യങ്ങൾക്ക് പോലും സൂറത്തുൽ ബഖറ ഓതുന്ന അല്ലെങ്കിൽ അത് ഹിഫ്ളുള്ള ഒരാളെ ഒന്നും ചെയ്യാൻ സാധിക്കൂല. വലിയ കാവലാണ് സൂറത്തുൽ ബഖറ. മറ്റൊരു ഹദീസിൽ ലാ തജാലു ബുയൂതക്കും മഖാബിറ, നിങ്ങളെ വീടുകളെ നിങ്ങൾ മഖ്ബറകളെ പോലെ ആക്കരുത്. മഖ്ബറയിൽ ഒരു പക്ഷേ ആണ്ടിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ, മാസത്തിൽ ഒരിക്കലൊക്കെ ഓത്ത് നടക്കുള്ളൂ. സിയാറത്തിന് ആരെങ്കിലും വരികയാണെങ്കിൽ
അല്ല പുര മക്ബറാക്കാൻ പാടില്ല എന്നല്ല. ബുയൂത്തക്കും മഖാബിറ, വീടുകളെ മക്ബറകളെ പോലെ ആക്കരുത് എന്ന് പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്വാന യംഫിറു മിനൽ ബൈത്തില്ലദീ യഖ്റൂ ഫീഹി സൂറത്തുൽ ബഖറ. അൽ ബഖറ സൂറത്ത് ഓതപ്പെടുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ ഓടിപ്പോകും, അവിടെ നിൽക്കൂല. എന്നിട്ട് ആ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത് കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ പ്രഗൽഭനായ സ്വഹാബിയാണ് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു. ധാരാളം കറാമത്ത് ജീവിതത്തിൽ കാണിച്ച മഹാനാണ്. ആ മഹാനുഭാവൻ രാത്രിയിൽ സൂറത്തുൽ ബഖറ ഓതുമ്പോൾ, ഒരു റിപ്പോർട്ടിൽ അങ്ങനെ കാണാം, വേറെ റിപ്പോർട്ടിൽ വേറെ സൂറത്താണെന്നുണ്ട്, കെട്ടിയിടപ്പെട്ട കുതിര ഈ അൽ ബഖറ സൂറത്ത് ഓതി തുടങ്ങിയപ്പോഴേക്ക് ആ കുതിര കയറ് പൊട്ടിക്കാൻ തുടങ്ങി. മഹാനവറുകൾ ഓത്തു നിർത്തി, അപ്പൊ കുതിര ചാട്ടവും നിർത്തി. പിന്നെയും മഹാനവറുകൾ ഓതി, കുതിര കയറ് പൊട്ടിച്ചു പോകാൻ തുടങ്ങി. രണ്ടാമതും മഹാനവറുകൾ ഓത്തു നിർത്തിയപ്പോ കുതിര ശാന്തമായി. മൂന്നാമതും ഓതി, കുതിര ധൃതിപ്പെട്ട് അതിന്റെ കയറ് പൊട്ടിച്ചു പോകാൻ തുടങ്ങിയപ്പോ മഹാനവറുകൾ അവിടുന്ന് എണീറ്റു. തൊട്ടടുത്ത് തന്നെ ആ കുതിര അവിടെ കെട്ടി അതിന്റെ കുറച്ചിപ്പുറത്തായിട്ട് മകൻ യഹിയ കടന്നുറങ്ങുന്നുണ്ട്. ഇനിയും മോദിയാൽ കയറ് പൊട്ടിച്ചു വന്ന് ഈ മകനെ ചവിട്ടിയാൽ മകനങ്ങ് മരിച്ചു. അത് പേടിച്ച് ഓത്തു നിർത്തി. അങ്ങനെ ഈ കുതിരയെ ഒന്നുകൂടി ശരിയായ രൂപത്തിലൊന്ന് കെട്ടി പുറത്തിറങ്ങിയപ്പോൾ ഒന്ന് മേലോട്ട് നോക്കിയപ്പോ ഫഇദൻ മിസ്ലുൽ ളുല്ല, വീടിന്റെ മേലെ ഒരു കൊട പോലെ മഹാനവറുകൾ കണ്ടു. ഫീഹാ അംസാലുൽ മസാബി, അതിൽ നല്ല വിളക്കിന്റെ രൂപത്തിൽ ഒരുപാട് വിളക്കുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിളക്കുകൾ ഇങ്ങനെ കത്തി ജ്വലിക്കും. ഒരു കൊട ഇങ്ങനെ ഒരു മേഘം പോലെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. നേരം വെളുത്തപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷയങ്ങളൊക്കെ പോയി പറഞ്ഞപ്പോ തങ്ങൾ ആദ്യം കൊടുത്ത മറുപടി, ഇഖ്റ ഇബ്നു ഹുദൈർ, ഇഖ്റ ഇബ്നു ഹുദൈർ, നിങ്ങൾ ഇനിയും ഓതണം, ഇനിയും ഓതണം, ഓത്ത് നിർത്തരുത്. വീട്ടിൽ നിങ്ങൾ ഓത്ത് നിർത്തരുത്. അപ്പോൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഫാശഫഖതു യാ റസൂലല്ലാഹ് അൻത യഹ്യ, കുതിര വന്നെന്റെ മകൻ യഹയെ ചവിട്ടുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. ആ കുതിരയെ കെട്ടിയിടിന്റെ നേരെ ഇപ്പുറത്തായിരുന്നു മകൻ കിടന്നിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓത്തു നിർത്തി. മുകളിലേക്ക് ഞാൻ കുതിരയെ ബന്ധിപ്പിച്ച് വരുമ്പോൾ മുകളിലേക്കൊന്ന് നോക്കിയപ്പോൾ ഈ ചിത്രം കണ്ടത്. പിന്നെ കുറച്ചു കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഞാനത് കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, തദ്രീ മാദാക, എന്താണ് ആ കണ്ടത് എന്ന് നിനക്കറിയുമോ? ഇല്ല, എനിക്കറിയില്ല. തിൽക്കൽ മലായികത്തു ദനത് ലിസൗതിക്, മലക്കുകളാണത്. നിങ്ങളുടെ ശബ്ദം കേട്ട് മലക്കുകൾ അടുത്തടുത്ത് വന്നതാണ്. നിങ്ങൾ ഖുർആൻ ഓതിയപ്പോൾ നിങ്ങളോടുള്ള ഇഷ്ടം, നിങ്ങൾക്കുള്ള കാവൽ, നിങ്ങളെ വീടിനുള്ള കാവൽ. നമ്മളെന്തേ കാണാത്തത്? നമ്മുടെ കാഴ്ച കുറഞ്ഞിട്ടാണ്. അവരെന്തേ കണ്ടത്? അവരുടെ കാഴ്ച പൂർണ്ണമായിരുന്നു. നോക്കിയാ കാണുന്ന കാഴ്ചയല്ല, മറ്റൊരു കാഴ്ച. ആ കാഴ്ച നമുക്കൊക്കെ ഇവിടെ നോക്കിട്ടതാ, അപ്പുറത്ത് ആ കുന്നിന്റെ മേലെ ലൈറ്റ് എത്തുന്നു, അത് കാഴ്ചയൊക്കെ ഉണ്ട്. ബസീറത്ത് എന്ന് പറഞ്ഞ ഒരു ഉൾക്കാഴ്ച ഉണ്ടല്ലോ, ആ ഉൾക്കാഴ്ച നേർക്ക് നേരുണ്ടെങ്കിൽ പുറം കാഴ്ച ഉണ്ടാവും. അതാണ് അവര് നേർക്ക് നേരെ ഇതൊക്കെ കണ്ടത്. അല്ലെങ്കിൽ കാണാൻ മാത്രമുള്ള ഭാഗ്യമോ അല്ലെങ്കിൽ സൗന്ദര്യമോ നമ്മുടെ വീട്ടിലോ മറ്റോ ഉണ്ടാവാതിരുന്നിട്ടുണ്ടാവും. മലക്കുകൾ വരുന്നൊക്കെ ഉണ്ടാകും, വരാത്തൊന്നും ഉണ്ടാവില്ല. വരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, വലൗ ഖറഅത ലഅസ്ബഹത യൻദുറു الناس ഇലൈഹാ ലാ തതവാറാ മിൻഹു. നിങ്ങൾ സുബ്ഹി വരെ ഓതിയിരുന്നെങ്കിൽ ആ കണ്ട ചിത്രങ്ങളൊക്കെ ജനങ്ങൾക്കൊക്കെ കാണാമായിരുന്നു. നേരം വെളുക്കും വരെ ഇന്നലെ നിങ്ങൾ ഓതിയിരുന്നെങ്കിൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ആൾക്കാർക്ക് വരുമ്പോ അതേ ചിത്രം, ആ വിളക്കും ആ രൂപമൊക്കെ ആളുകൾക്ക് കാണാമായിരുന്നു. മലക്കുകളാണ് വന്നത്. മലക്കുകൾ അങ്ങനെ മനുഷ്യന് കാണാൻ കഴിയുള്ളൂ. മലക്കിനെ മലക്കിൻ്റെതായ രൂപത്തിൽ കാണണമെങ്കിൽ മനുഷ്യൻ വേറെ രൂപത്തിലേക്ക് മാറണം. യഥാർത്ഥ മലക്കിന്റെ രൂപത്തിൽ മലക്കിനെ കാണാനുള്ള കഴിവ് അംബിയാഇന് അല്ലാഹു നൽകിയത്.
ജിന്നുകളെ പോലും യഥാർത്ഥ രൂപത്തിൽ ഔലിയാക്കൾ വരെ കാണൂല. അങ്ങനെ കണ്ടു എന്നൊരാൾ വാദിച്ചാൽ നല്ല അടി കൊടുക്കണമെന്നാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മറ്റു പല രൂപങ്ങളിലായിട്ടൊരു പക്ഷേ കണ്ടെന്ന് വരും. അതിന് ഔലിയാണെന്നില്ല, വേറെ കുറെ കോലത്തിലായിട്ട് ജിന്നിനി ശൈത്താനിയോ കണ്ടെന്ന് വരും. പക്ഷെ ഹഖീഖിയ രൂപത്തിൽ അവരെ കാണണമെങ്കിൽ അതിനുള്ള അള്ളാഹു പ്രത്യേകം അനുഗ്രഹിച്ച നുബുവത്തിന്റെ കണ്ണ് വേണം, എന്നാ കാണും. അപ്പൊ ഈ മലക്കുകളെ കണ്ട് കാണാനും ഈ വിഷയങ്ങളൊക്കെ കിട്ടാനും കാരണമായത് അൽ ബഖറ സൂറത്തിന്റെ ഓത്താണ്, പാരായണമാണ്. ആ അൽ ബഖറ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വിഷയങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. മുഹ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൂറത്തുൽ ബഖറയിൽ 1000 കൽപ്പനകളുണ്ട്, 1000 നിരോധനാജ്ഞകളുണ്ട്, 1000 ഹുക്കുമുണ്ട്, 1000 ചരിത്രങ്ങളുമുണ്ട്. നമ്മൾ മറച്ചു നോക്കിയിട്ട് കാണുന്നില്ലേ? ആയത്തിൽ മറച്ചു നോക്കിയാൽ കാണും. ഒരുപാട് വിഷയങ്ങൾ കാണും സൂറത്തുൽ ബഖറയിൽ. ആവും പോലെ പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആനങ്ങൾ സ്വീകരിച്ച് ഖുർആനൊക്കെ കിട്ടിയപ്പോൾ മഹാന്മാർക്കുള്ള, നേരത്തെ പലതിലും ജീവിച്ചിരുന്ന ആളുകൾക്ക് ഖുർആൻ കിട്ടിയ സന്തോഷം കൊണ്ട് അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം, ഖുർആൻ മാറ്റം വരുത്തുന്നതാണല്ലോ, ശരിക്കും മാറ്റം വരുത്തും. അറേബ്യയിലെ പ്രശസ്ത കവിയാണ് ലബീദ് ബിൻ റബീഅത്ത് ബിൻ മാലിക്. ലബീദിന്റെ കവിത ഇന്നും പഠിക്കുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ പാടി പഠിക്കും. സബുഅൽ മുഅല്ലഖയിലുണ്ട് ലബീദിന്റെ അന്നത്തെ കവിതയിൽ ചെറിയ ശകലങ്ങളൊക്കെ ഉണ്ട്. നല്ല സാഹിത്യ സമ്പുഷ്ടതയുള്ള, നല്ല സാഹിത്യമുള്ള കവിതകൾ. ആ ലബീദ് ജാഹിലിയ കാലഘട്ടത്തെ കവികളിൽ പ്രശസ്തനാണ്, പ്രഗത്ഭനാണ്. വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാം സൗന്ദര്യമായി ഉൾക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ ഭരണകാലത്ത് ലബീദിനെ വിളിച്ചിട്ട് ഒന്ന് പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞു. പഴയ കാലത്ത് ഒരുപാട് പാട്ട് കേറി ഓർമ്മയുള്ള ആളല്ലേ. ലബീദിന്റെ വരികൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ശരിവെച്ചിട്ടുണ്ട്. അത്രയും സാഹിത്യമാണ്. അസ്ദഖു കലിമത്തിൻ ഖാലഹാ ഖൗലു ലബീദ്. ഏറ്റവും നല്ല വാക്ക് ലബീദ് പറഞ്ഞ വാക്കാണ് അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു. അല്ലാഹു അല്ലാത്ത സർവവും ബാത്തിലാണ്, അതൊക്കെ തകരുന്നതാണ്, തരിപ്പണമാകുന്നതാണ്, അതിനൊന്നും നിലനിൽപ്പില്ല. അത് ലബീദ് പാടിയ പാട്ടാണ്, അതിന്റെ ഒരു വരിയാണ്. ഇരിക്കട്ടെ, ഉമർ റളിയല്ലാഹു അൻഹു പാടാൻ വേണ്ടി പറഞ്ഞപ്പോ ലബീദ് ഇബ്നു റബീഅ പാടുകയല്ല, ഫഖറഅ സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്തും ഓതിക്കൊടുത്തു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പാട്ടല്ലേ നിങ്ങളോട് ഞാൻ ചോദിച്ചത്, പിന്നെന്താ നിങ്ങൾ സൂറത്ത് ഓതുന്നത്? ലബീദിന്റെ മറുപടി, മാ കുന്തു ലിയഖൂല ബൈതൻ മിനശ്ശിഅരി ബഅദ ഇദ അല്ലമനില്ലാഹുൽ ബഖറത വആല ഇംറാൻ. അല്ലാഹു സൂറത്തുൽ ബഖറയും ആലു ഇംറാൻ സൂറത്തും പഠിപ്പിച്ചു തന്ന ശേഷം എനിക്ക് പാട്ട് പാടാൻ അങ്ങനെ അറിയൂല, ഞാനങ്ങനെ പാട്ട് പാടാറില്ല. ഖുർആൻ എന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചപ്പോ പാട്ടിന് പകരം പിന്നെ എനിക്ക് ഓത്താണ് വരുന്നത്. റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. എന്തൊരു വർത്തമാനമാണ്! ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളൊക്കെ തിരക്ക് പിടിച്ച ലബീദിന്റെ ജീവിതത്തിനിടയിൽ 2 വരിയൊന്ന് എഴുതി കിട്ടാൻ വേണ്ടി വരി വരിയായി നിൽക്കും. അത്രയും സാഹിത്യത്തിൽ കഴിവുള്ള ലബീദ്, പരിശുദ്ധ ഖുർആൻ ലബീദിന്റെ മനസ്സിനെയും ലബീദിന്റെ വാസനയെയും ലബീദിന്റെ കലയെയും മാറ്റിയത്, ആ ലബീദിന്റെ മനസ്സിൽ സൂറത്തുൽ ബഖറ സ്ഥാനം പിടിച്ചത്, ഇത്രമാത്രം ഖുർആനിനെ ഉൾക്കൊണ്ടു എന്ന് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്, ഖുർആൻ അറിയുന്ന ആളുകൾക്ക് കൂടുതൽ പാരിതോഷികം കൊടുക്കണമെന്ന് മഹാനവറുകൾ ചിന്തിച്ചു. പൊതു ഖജനാവിൽ നിന്ന് 2000 അന്ന് അദ്ദേഹത്തിന് നൽകാറുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഈ മറുപടി കൂടി കേട്ടപ്പോൾ ഒരു 500 കൂടി കൂടുതലാക്കി കൊടുത്തു, ഒരു സ്ഥാനം കൂടുതലായിട്ട്. ഖുർആൻ ഇത്രയും പഠിച്ച്, ഖുർആൻ ഇത്രയും സൗന്ദര്യത്തോടെ കൽബിൽ സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ മഹാനവറുകൾ അങ്ങനെ സ്വീകരിച്ചു. പിന്നെ ഇസ്ലാമിൽ ആ മഹാനുഭാവൻ പിന്നീട് പാട്ട് പാടിയിട്ടില്ല.
ഖുർആൻ അങ്ങ് കേട്ട് പഠിച്ചതോടുകൂടെ പിന്നെ ഖുർആനിന്റെ പിന്നാലെയാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ അത് പഠിക്കാനും സ്വീകരിക്കാനും മഹത്തുക്കൾ കാണിച്ച സന്നദ്ധത അത്രയും വലുതാണ്. അതിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബഖറയിൽ ആദ്യമായി അല്ലാഹു തആല പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം. ലോകത്ത് ഒരു കിതാബിനും ഇല്ലാത്ത മഹത്വമാണ് പരിശുദ്ധ ഖുർആനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ നാമത്തിൽ, റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ ഇസ്മ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അലിഫ് ലാം മീം. എത്ര സൗന്ദര്യമാണ് അലിഫ് ലാം മീം. അലിഫ് ലാം മീം എന്ന ആയത്തിന് മഹത്തുക്കൾ അർത്ഥം കൊടുത്തത് ഇമാം മഹല്ലിയും ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവും ഇതുപോലെയുള്ള ആയത്തുകൾക്ക്, വാചകങ്ങൾക്ക് അർത്ഥം കൊടുക്കുന്നത് അല്ലാഹു അഅലമു ബിമുറാദിഹി ബിദാലിക്. വ്യാഖ്യാനിക്കാൻ അറിയാഞ്ഞിട്ടല്ല, സൂക്ഷ്മതയുടെ വലിയൊരു ഭാഗമാണ്. ആ അലിഫ് ലാം മീം എന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം യഥാവിധി അറിയുന്നവൻ, എല്ലാ അർത്ഥത്തിലും അറിയുന്നവൻ അല്ലാഹുവാണ്. അങ്ങനെ പഠിച്ചാലും മനസ്സിന് വലിയ തൃപ്തിയാണ്. കാരണം നമ്മൾ എത്ര വ്യാഖ്യാനിച്ചാലും, ഇമാം റാസി റളിയല്ലാഹു അൻഹു അലിഫ് ലാം മീം എന്നതിന് 22 വ്യാഖ്യാനങ്ങളാണ് കൊണ്ടുവന്നത്. 22, 1, 2. എന്താണ് ഈ അലിഫ് ലാം മീം എന്ന് ഓതിക്കൊടുക്കുമ്പോ അല്ലാഹു തആല ഇത് കേൾക്കുന്നവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതൊരു വെല്ലുവിളിയാണ്. ഇത് കേട്ടപ്പോ അറബികൾ എന്താ ചിന്തിച്ചത്? ഇത് അറബി തന്നെ കേട്ടോ. കാരണം അലിഫ് അറബിയിലുണ്ടല്ലോ, ലാം അത് അറബിയിലാണ്, മീം അറബിയിലാണ്. പക്ഷെ കേൾക്കാൻ എന്തൊരു രസം. എന്താ ഇതിന്റെ അർത്ഥം? കുറച്ചാളുകൾ ഇങ്ങനെ കണക്കൂട്ടി നോക്കി. കണക്കൂട്ടുന്ന ആൾക്കാരന്നുണ്ട്. ഈ അബുജദ് കണക്ക്, അബുജദ് ഹബ്ബസ് കുത്തി കലമൻ, ആ കണക്ക് കൂട്ടി നോക്കി. ഇങ്ങനെ ഉണ്ടല്ലോ, നിങ്ങളെ പേരെന്താ, ഉമ്മാന്റെ പേര്, അങ്ങനെ ഒരു കണക്കൂട്ടൽ. അല്ലാഹു അങ്ങനെ ഉണ്ടോ അങ്ങനെ കണക്കൂട്ടൽ. അങ്ങനെയുള്ളൊരു കണക്ക് കൂട്ടിയിട്ട് ചിലര് പറഞ്ഞു, ഈ അലിഫ് ലാം മീം എന്നുള്ളത് ഇസ്ലാമിന്റെ കാലാവധിയാണ്. അപ്പൊ ഇസ്ലാമിന് ആകെ ഒരു 10, 200, 300 കൊല്ലം ഉണ്ടാവുള്ളൂ. അപ്പൊ വേറെ ഒരു ആയത്താണ് ഓതി കൊടുത്തു, കാഫ് ഹാ യാ ഐൻ സാദ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ കണക്ക് കുറച്ചുകൂടി കൂടി. അപ്പോ കുറച്ചുകൂടി കൂടുതൽ കാലുണ്ട്. അപ്പൊ പിന്നെ വേറൊന്ന് ഓതി കൊടുത്തു, കാഫ്. അപ്പൊ കണക്കൊന്ന് കുറഞ്ഞു. അപ്പൊ ഇത് കണക്കൊന്നല്ല, കണക്കാണെങ്കിൽ ഒരു കണക്കിൽ നിൽക്കൂല, എന്താ പല കണക്ക് കണ്ട. അപ്പൊ അവർക്ക് ഇത് തിരിച്ചറിയാത്ത ഒരു സംഗതി, ഇത് അറബിയാണ്, തിരിച്ചറിയാത്ത രൂപത്തിലാണെങ്കിലും വലിയ സൗന്ദര്യമുണ്ട്. ഖുർആൻ ഒരു വെല്ലുവിളിയാണ് ഈ നടത്തുന്നത്. അതാണ് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവരെ കാതിന് ശരിക്ക് കാതടപ്പിക്കുന്ന രീതിയിലുള്ള വെല്ലുവിളി. എന്താ വെല്ലുവിളി? നിങ്ങൾ അറബി സംസാരിക്കുന്നവരല്ലേ, അറബിയിൽ വലിയ സാഹിത്യ കഴിവ് നേടിയവരല്ലേ, ഏതെങ്കിലും ഒരാളെ കാണുമ്പോഴേക്ക് വർണ്ണിച്ചു പാടാനും വിവരിക്കാനും കഴിവുള്ളവരല്ലേ, ഇത് അള്ളാഹുവിൽ നിന്നുള്ള വഹയ് അല്ലെങ്കിൽ, ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാള് അള്ളാഹുവിന്റെ റസൂൽ അല്ലെങ്കിൽ, നിങ്ങളും ഇതുപോലെ ഒന്ന് കൊണ്ടുവരൂ. 2 അക്ഷരമായിക്കോട്ടെ കുഴപ്പമില്ല, 3 അക്ഷരമായിക്കോട്ടെ പ്രശ്നമില്ല, ഇനി നേരത്തെ പറഞ്ഞ രൂപത്തിൽ 1 അക്ഷരമായിക്കോട്ടെ അതിനും പ്രശ്നമില്ല, നിങ്ങളൊന്ന് കൊണ്ടുവരി. നിങ്ങൾക്കതിന് കഴിവുണ്ടോ നോക്കട്ടെ. പരിശുദ്ധ ഖുർആന്റെ വെല്ലുവിളി. ആ വെല്ലുവിളിയിൽ അവർ തോറ്റുപോയി. എന്നാൽ നമ്മൾ ഇതിങ്ങനെ ഈ തുടക്കവാചത്തെ അലിഫ് ലാം മീം പോലത്തെ പരിശോധിക്കുമ്പോ മൊത്തം ഇതുപോലെ ഖുർആനിൽ വന്ന സൂറത്തുകളുടെ ആരംഭത്തിൽ എല്ലാ സൂറത്തിന്റെ ആരംഭത്തിലും ഇതില്ല. ഇപ്പൊ ഇവിടെ സൂറത്തുൽ ബഖറന്റെ തുടക്കത്തിൽ, കുറച്ചു കഴിഞ്ഞാൽ ആലു ഇമ്രാൻ സൂറത്ത് വരും, അതിന്റെ തുടക്കത്തിലും അലിഫ് ലാം മീം. ആലു ഇമ്രാൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന സൂറത്തുൻ നിസാ ആണ്, അവിടെ അലിഫ് ലാം മീം ഒന്നുമില്ല. അവിടെ യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞ തുടക്കം. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ വരുന്നു സൂറത്തുൽ മാഇദ, അവിടെ അലിഫ് ലാം മീം ഇല്ല. മാഇദ കഴിഞ്ഞാൽ പിന്നെ വരുന്നു സൂറത്തുൽ അൻആം, അവിടെ അലിഫ് ലാം ഇല്ല.
അപ്പോൾ വ്യത്യസ്ത സൂറത്തുകളിൽ അല്ലാഹു തആല ഇങ്ങനെ കൊണ്ടുവന്നു. മൊത്തം 14 സൂറത്തുകളുടെ തുടക്കത്തിൽ. പക്ഷെ അതിലൊരു സൗന്ദര്യമുണ്ട്. ആ 14 സൂറത്തുകളിലായി അല്ലാഹു തആല കൊണ്ടുവന്നത് അറബി അക്ഷരങ്ങളുടെ മൊത്തം കണക്കായിട്ടാണ്. 14 അക്ഷരങ്ങളാണ് മൊത്തം കൊണ്ടുവന്നത്. അത് 29 സൂറത്തുകളിലായിട്ട്. നിങ്ങൾ നോക്ക്, അതിൽ അറബി അക്ഷരങ്ങളുടെ ഒരു കണക്കതിൽ പഠിപ്പിക്കുന്നുണ്ട്. അലിഫ് ബാ താ സാ എന്ന് പറഞ്ഞ എണ്ണുന്ന അറബി അക്ഷരങ്ങൾ എല്ലാ അഭിപ്രായങ്ങളോടും മാനിക്കുമ്പോ 29. ഇനി കുറെ ആൾക്കാർ ഇങ്ങനെ കൂട്ടിട്ട് പറയും 29 അക്ഷരം ഉണ്ടോ, 28 പുറത്ത് ഒരു അഭിപ്രായം ഉണ്ട് 29. ഇനി അത് പരിഗണിക്കാതൊക്കെ ഉണ്ട. 29 സൂറത്തിലായിട്ട്, അതും തുടക്കം അലിഫ് ഉണ്ട്. അലിഫ് ലാം മീം എന്നത് 13 സ്ഥലത്തായിട്ട് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അലിഫ് ലാം മീം. എന്നാൽ നമ്മളിങ്ങനെ ഓതി നോക്കുമ്പോ ഒറ്റക്ഷരണ്ട്, ഖാഫ് പോലത്ത്. 2 അക്ഷരണ്ട്, തോഹ പോലത്ത്. 3 അക്ഷരണ്ട്, അലിഫ് ലാം മീം 3 അക്ഷരല്ലേ. 4 അക്ഷരമുണ്ട്. അതേപോലെ തന്നെ 5 അക്ഷരമുണ്ട്. അലിഫ് ലാം മീം സ്വാദ് 4 അക്ഷരം, 5 അക്ഷരം. 6 അക്ഷരമുണ്ടോ? ഇല്ല. അതെന്താ 5-ൽ സ്റ്റോപ്പായത്? കലിമത്ത് ഏറെ അങ്ങോട്ട് പോയാൽ ഹുമാസിയാണ്. സുദാസി ഉണ്ടോ? സുദാസി ഇല്ല. മസീദ് ഫീന്റെ ബാബ് 3 അക്ഷരത്തിൽ കൂടുതലുള്ളതിന്റെ അക്ഷരങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഏറെ കൂടുതൽ പോയാൽ 5 അക്ഷരം. അതിലപ്പുറത്തേക്ക് പിന്നെ പോകൂല. അങ്ങനെ കണക്കൂട്ടി വെക്കുമ്പോ അജിനാസിലെ മസീദ് ഫീ കുറെ ഉണ്ടല്ലോ. അങ്ങനെ കുറെ. അതൊക്കെ കൂട്ടി നോക്കുമ്പോ കലിമത്തുകൾ ഏറ്റവും ടോപ്പിൽ പോയാൽ 5-ലാണ്. അറബിയുടെ കലിമത്തുകൾ അക്ഷരങ്ങൾ കൂട്ടി നോക്കുന്നു. ഇപ്പൊ അങ്ങനെ ചിന്തിച്ചുണ്ടാക്കാൻ 6 അക്ഷരമുള്ള കലിമത്തെക്കാലം പറയാൻ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഖുർആനിൽ നിന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്ന ഇൽമ് എത്ര വലിയ ഇൽമാണ്. അതിൽ അലിഫ് ലാം മീം എന്നതിൽ കൊണ്ടുവന്നത് 3 അക്ഷരം അല്ല. അലിഫ് ലാം മീം എന്ന് ഓതിയാൽ ഒരാൾക്ക് ഒരു ആയത്ത് ഓതിയതിന്റെ കൂലി എന്ന് കണക്കാക്കിയാൽ വലിയ ഒരു കൂലിയാ കിട്ടുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിഫ് ലാം മീം എന്ന് ഓതിയാൽ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ഒരു ഹർഫിന് 10 ഹസനത്ത്. അപ്പൊ 3 ഓതിയാൽ 30. ചിലര് പറഞ്ഞു അങ്ങനല്ല, അത് എഴുത്തിലാണ്. ഉച്ചരിക്കുമ്പോ അലിഫ് എന്ന് തന്നെ 3 അക്ഷരം ഉണ്ട്. ഉച്ചരിക്കുമ്പോ ഉച്ചാരണത്തിൽ എഴുത്തുണ്ടല്ലോ. നമ്മൾ എഴുതുമ്പോ സാധാരണ പറയില്ല അക്കത്തിൽ എഴുതുക അക്ഷരത്തിൽ എഴുതുക 2 എഴുത്തുണ്ട്. അക്കത്തിൽ എഴുതാൻ റെസീപ്റ്റിൽ കാണുന്നത് അക്കത്തിൽ എഴുത്തുണ്ട്, അക്ഷരത്തിൽ എഴുത്തുണ്ട്. അതേപോലെ അലിഫ് എന്നത് എഴുതുമ്പോ 1 ഉള്ളൂ. അലിഫ് എന്ന് നമ്മൾ പറയുമ്പോ 3 ഉണ്ട്. ആ ലി ഫ്. ലാമും ഉണ്ട് അങ്ങനെ 3, മീമും ഉണ്ട് 3. അപ്പൊ 90 ആയില്ലേ. അപ്പൊ അലിഫ് ലാം മീം എന്നൊരാൾ ഓതിയാൽ തന്നെ എത്രയാണ് അയാൾക്ക് ലഭിക്കുന്ന ഹസനത്ത്. ആ അലിഫ് ലാം മീം എന്നതിൽ അല്ലാഹു തആല മഖ്റജുകളുടെ എല്ലാ വശവും പഠിപ്പിച്ചു. അലിഫ് ലാം മീം 3 രൂപത്തിലാണല്ലോ മഖ്റജുകൾ ഉള്ളത്. ഒന്ന് ഹൽക്കിന്റെ ഭാഗത്തുനിന്ന്, മറ്റൊന്ന് വായയുടെ നടുവിൽ നിന്ന്, മറ്റൊന്ന് ചുണ്ടിൽ നിന്ന് ലാസ്റ്റ് ഇങ്ങോട്ട്. അലിഫ് എന്ന് പറയുമ്പോ ഹൽക്കിന്റെ ഭാഗത്തു നിന്നാണ് അതിന്റെ മഖ്റജുള്ളത്. ലാമോ നടുവിൽ നിന്ന്, മീം ചുണ്ടിൽ നിന്ന്. എന്നാണ് തുടക്കത്തിലും ജീവിതത്തിന്റെ നടുവിലെ ഘട്ടത്തിലും ഒടുവിലെ ഘട്ടത്തിലും എല്ലാം അള്ളാഹുവിനെ ഓർക്കണം. അലിഫ് ലാം മീം ജീവിതത്തിന്റെ തുടക്കഘട്ടം. അവിടെയും പറയുന്നു അല്ലാഹു അക്ബർ. അതാണല്ലോ ആദ്യം കേൾക്കുന്നത്, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ആ പ്രായപൂർത്തിയായ ഒരു ഘട്ടമുണ്ട്, 2ാം ഘട്ടം. അവിടെയും അങ്ങനെ തന്നെയാണ് അല്ലാഹു അക്ബർ എന്ന് കുറച്ചുകൂടി ഊക്കൂട്ടി പറഞ്ഞു. ലാസ്റ്റ് ജീവിതത്തിന്റെ പ്രായാധിക്യ ഘട്ടത്തിലും മീം
അള്ളാഹുവിനെ ഓർക്കണം. 3 ഘട്ടങ്ങൾ, 3 മഖ്റജുകൾ, എല്ലാ വിഷയങ്ങളും ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ പണ്ഡിതന്മാര് 2 പക്ഷത്തുണ്ട്. വിശദീകരിച്ചവരുമുണ്ട്, അതിന്റെ വ്യാഖ്യാനം വിശദീകരിക്കാതെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചവരുമുണ്ട്. ഇരിക്കട്ടെ, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലിക എന്ന് പറഞ്ഞ അർത്ഥം അത് എന്നല്ലേ? ദാലിക എന്നല്ലേ? ഇവിടെ ജലാലയുടെ തഫ്സീറിലൊക്കെ കാണും ദാലിക എന്നിട്ട് കൊടുത്ത് ഹാദാൻ. ഹാദാ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്. അത് എന്ന് പറഞ്ഞിട്ട് ഇത് തഫ്സീർ ചെയ്ത് അത് എന്നാ ദാലിക എന്ന് പറഞ്ഞാൽ. ഹാദാ പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ സൂചന വിദൂരതയിലേക്കാണ് ദാലിക കൊണ്ട്. പക്ഷേ അങ്ങനല്ലേ? വിദൂരതയുടെ സമയത്ത് ബിൽകാഫി ഹർഫൻ ദൂന ലാമിൻ ഔ മഅ വല്ലാമു ഇൻ ഖദ്ദംതഹാ മുംതനിആ. ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞില്ലേ, കാഫ് ഒന്ന് കൂടിയാൽ ബുഴുദിന്റെ സമയത്ത് വലദൽ ബുഴുദിൻ തിഖാ, വിദൂരതയുടെ സമയത്ത് നീ മൊഴിയണം ബിൽ കാഫി, ഒരു കാഫ് കൂട്ടിയിട്ട്. അത് ലാമോടെയും മൊഴിയാറുണ്ട്, ലാം ഇല്ലാതെയും. ദാക്കാന്നും പറയും, ദാലിക്കാന്നും പറയും. ദാലിക്കാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ദൂരായി, ദാക്കാന്ന് പറഞ്ഞാൽ അത്ര ദൂരല്ല. ദാലിക്കൽ കിതാബ്, അല്ലാഹു തആല പറയുന്നു ദാലിക്കൽ കിതാബ്. ദാലിക അത്. ഒരാളെവിടെ ഇങ്ങനെ ഇരുത്തിയിട്ട് ചിലപ്പോ ഒരാളെ അയാളെ മഹത്വം ഇങ്ങനെ പറഞ്ഞ ആദ്യമൊക്കെ ഇദ്ദേഹം എന്ന് പറഞ്ഞ കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആ മഹാൻ എന്ന് പറയും. ആ മഹാൻ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കണ മഹാനാണ്. പക്ഷെ അയാളെ മഹത്വം വർണ്ണിക്കുമ്പോഴാണ് ആ മഹാൻ എന്ന് പറയാം. അപ്പൊ കേൾക്കുന്ന ആൾക്കാർ ആ മഹാൻ എന്ന് പറഞ്ഞാൽ വേറെ എവിടെയുള്ള ആളല്ല, ഈ ഇരിക്കുന്ന ആളാണ്. പക്ഷെ മഹത്വം പറഞ്ഞപ്പോൾ വിദൂരതയിലേക്ക് സൂചിപ്പിച്ചു. അത് തന്നെയാണ് അല്ലാഹു തആല ഇവിടെയും സ്വീകരിച്ച ശൈലി. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. ദാലിക അത്, അഥവാ ഈ വിശുദ്ധ ഖുർആൻ, അൽ കിതാബു ഇതൊരു സമ്പൂർണ്ണ ഗ്രന്ഥമാണ്. ഇതൊരു സമ്പൂർണ്ണ ഗ്രന്ഥമാണ്. ഇത് വെറും കിതാബല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി തരുന്ന ഈ കിതാബ് ഇതൊരു സമ്പൂർണ്ണ കിതാബാണ്. അൽ കിതാബു ദാലിക കിതാബുൻ എന്നല്ല അല്ലാഹു തആല പറയുന്നത്. ദാലിക്കൽ കിതാബു, ഇത് ഒരു സമ്പൂർണ്ണ കിതാബാണ്, ഒരു സമ്പൂർണ്ണ ഗ്രന്ഥമാണ്. സമ്പൂർണ്ണ ഗ്രന്ഥമാണ് എന്നതിന്റെ തെളിവാണ് തുടക്കത്തിൽ കൊടുത്ത അലിഫ് ലാം മീം. ഇന്നും ലോകത്ത് മുഴങ്ങുന്ന വെല്ലുവിളിയാണ്. ഏത് ആൾക്കും ഖുർആനിനെ പോലെയുള്ള ഒരു സംഗതി. 3 തരം വെല്ലുവിളികൾ അല്ലാഹു ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒന്നാമതായി അല്ലാഹു തആല പറയുന്നുണ്ട്, കുറച്ച് ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട്, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു ഖുർആൻ കൊണ്ടുവരണം. കഴിയുമോ? ഖുൽ ഇൻ ജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറാ. മനുഷ്യരും ജിന്നുകളും മൊത്തം ഒരുമിച്ച് കൂടി ഇതുപോലെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ അവർ ഒരുങ്ങിയാൽ ലാ യഅതൂന ബിമിസ്ലിഹി, ഇതുപോലൊന്നവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അവരിൽ ചിലർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്താലും, എന്ത് സഹകരണങ്ങൾ ചെയ്താലും അങ്ങനെ കഴിയില്ല. എന്നാ പിന്നെ ഒരു 10 സൂറത്ത് കൊണ്ടുവരാൻ കഴിയോ? അതിന് നിങ്ങൾ ശ്രമിച്ചോളൂ. അതിന് കഴിയുമോ? അതിനും കഴിയില്ല. അവസാനം എന്നാ പിന്നെ ഒരു അധ്യായം കൊണ്ടുവരാൻ കഴിയോ? അങ്ങനെ വെല്ലുവിളിച്ചപ്പോഴാണ് ഒരു അധ്യായം അത് നോക്കാന്നില്ല. ഒരു അധ്യായം കൊണ്ടുവരാൻ പറഞ്ഞ്, നേരത്തെ ഖുർആൻ മൊത്തം കൊണ്ടുവരാനാ പറഞ്ഞു. അത് കഴിയൂല. എന്നാ 10 സൂറത്ത്, അതിനും കഴിയൂല. എന്നാ ഇനി ഒരു അധ്യായം കൊണ്ടുവരാൻ, അതിന് നമ്മളൊന്ന് ശ്രമിച്ചു നോക്ക്. അങ്ങനെ വട്ടമേശ സമ്മേളനം കൂടി സാഹിത്യകാരന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഒരാൾ പതുക്കെ അങ്ങനെ എഴുതിണ്ടാക്കി ഒരു സൂറത്ത്. ഇന്നാ അഅ്തൈനാകൽ ജമാഹിർ ഫസല്ലി ലിറബ്ബിക വഹാജിർ ഇന്ന മുബ്ഗിലക റജുലുൻ ഫാജിർ. അങ്ങനെ വായിച്ചു കൊടുത്തു. ഇതാപ്പ മുപ്പരാക്കെ എഴുതിണ്ടാക്കിയത്, ഒരാളിങ്ങനെ എഴുതിണ്ടാക്കിയാണ് കുറെ പണിപ്പെട്ട്. അതായത് പൗതി ഖുർആന് കടർത്താണ്, അത് വേറെ വിഷയം.
ഇന്നായത്തൈനാക്ക ഖുർആന്റെതാ. സൂറത്തുൽ കൗസറിൽ ഇന്നായത്തൈനാക്ക ഉണ്ട്, അത് ഇങ്ങോട്ട് എടുത്തതാണ്. പിന്നെ അതിനോട് കൂടെ കൊണ്ടുവന്നത് അൽ ജമാഹിർ എന്നതാണ്. ജുംഹൂർ എന്ന വാക്കിൽ നിന്ന് ജമാഹിർ, വളരെ അപൂർവങ്ങളിൽ അപൂർവമായി ഉപയോഗിക്കുന്ന ഒരു ഭാഷ. ജുംഹൂർ എന്ന് പറയും ഭൂരിപക്ഷം എന്നതിന്. അതിനെ ഒന്നുകൂടി ഒന്ന് വസിനൊപ്പിക്കാൻ വേണ്ടി കൂട്ടിയതാണ്. ഇന്നായത്തിനാക്കൽ ജുംഹൂർ നോക്കുമ്പോൾ രസമല്ലല്ലോ. കൗസർ എന്നതിനോട് ഒരൊക്കെ ഉണ്ട്, അതിന് ജമാഹിർ എന്നുണ്ട് ഓതി. അതന്നെ അവർക്ക് വിവരം കുറവാണ് എന്നതിന്റെ തെളിവാണ്. കാരണം വിശുദ്ധ ഖുർആൻ അറബികൾ സാധാരണ സംസാരിക്കുന്ന ഭാഷാ പ്രയോഗങ്ങൾ വരെ നടത്തിയിട്ടാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ സംവദിക്കുന്നത്, സംബോധന നടത്തുന്നത്. അവർക്ക് തിരിയാത്ത ഒരു വിഷയം ഖുർആനിൽ എവിടെയെങ്കിലും ഒന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ചോദിച്ച് തങ്ങൾ വിശദീകരിക്കുമ്പോഴേക്ക് അത് മനസ്സിലായി, പെട്ടെന്ന് മനസ്സിലായി. ഒന്ന് ചെറിയ ബയാൻ ചെയ്തു കൊടുത്താൽ മതി. അത്രയും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഭാഷ. ഇവരീ കൊണ്ടുവന്നതോ ആർക്കും തിരിയാത്ത ഒരു ഭാഷ. രണ്ടാമതായി ഫസൊല്ലിൽ റബ്ബിക വഹാജിർ. ഫസൊല്ലിൽ റബ്ബിക എന്ന് ഖുർആൻ കടെടുത്തതാണ്, കൂടെ കൊടുത്തത് വഹാജിർ എന്നാണ്. തമ്മിൽ യോജിക്കൂല, ആശയത്തിൽ ഒരു നിലക്ക് യോജിക്കൂല. റബ്ബിന് വേണ്ടി നിസ്കരിക്കാനാണ് ഒരു ഭാഗത്ത് കൽപ്പന, നേരെപ്പുറത്ത് വഹാജിർ ബഹിഷ്കരിക്കാനുമാണ്, പിണങ്ങാനുമാണ്. നിസ്കാരം ഇണക്കാണ്, മറ്റേത് പിണക്കാണ്. രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. അപ്പൊ രണ്ടും ആശയ വൈരുദ്ധ്യമാണ്. മൂന്നാമത്തത് വഷളൻ ഭാഷയാണ്. ഇന്നമുബഗിദക റജുലുൻ ഫാജിർ. അല്ലാഹുവിന്റെ ഖുർആനിൽ ഫാജിർ എന്നൊരു വാക്ക് കാണാൻ കഴിയില്ല. ഫാജിർ എന്ന് പറഞ്ഞാൽ നമ്മളെ പച്ച മലയാളത്തിൽ അർത്ഥം വെക്കും തെമ്മാടി. അങ്ങനെ സൂറത്തിലോ ഖുർആൻ അല്ലാഹു തആല ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, എല്ലാ കാലത്തേക്കുള്ള മറുപടിയാണത്. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അബ്തർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറ്റി പറഞ്ഞ നളിർ ബിനുൽ ഹാരിത്തിന് അതേ വാക്കുകൊണ്ടാണ് അല്ലാഹു തആല മറുപടി കൊടുത്തത്. അപ്പോഴാണ് അവന് മനസ്സിലായത് അത് എനിക്കുള്ള തന്നെയാണ്. എന്നാ പിന്നെ അത് അയാൾക്കുള്ള മാത്രമാണോ? അല്ല, ലോകത്ത് ഈ പരമ്പരയിൽ വരുന്ന എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. തങ്ങളെ എന്തെങ്കിലും വൈകല്യം ചാർത്തി ആരെങ്കിലും സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അത് അവിടെ കൊണ്ട് തീരൂല. ആരെല്ലാണ്ടോ തങ്ങളെ ഐബാക്കി പറയുന്നവര് ഹുവൽ അബ്തർ, അവരൊക്കെ അബ്തറാണ്, ഗുണം മുറിഞ്ഞവരാണ്, ഗുണമില്ലാത്തവരാണ്, പരമ്പര നിലനിൽക്കാത്തവരാണ്, അറ്റുപോകും. ലോകത്തത്രക്കാരെ പരമ്പര അല്ലാഹു തആല ശേഷിപ്പിക്കൂല. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തരം താഴ്ത്തിയ ഒരാളാണ് ഇബ്നു തൈമിയ്യ. ഒറ്റടിക്ക് പറയുമ്പോൾ ആൾക്കാർ കേൾക്കുന്ന ആൾക്ക് വിഷമം ഉണ്ടാവും. ഇബ്നു തൈമിയ്യന്റെ കിതാബ് ഇങ്ങനെ വെച്ചാൽ ഒരു 5-10 മീറ്റർ വേണം ആ കിതാബ് ഒന്നായിട്ട് വെക്കാൻ. പക്ഷെ മീറ്റർ കണക്കുണ്ടായിട്ട് കാര്യമുണ്ടോ? ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞില്ലേ, ഇബ്നു തൈമിയ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും നീചമായതിൽപ്പെട്ടതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് നിഷേധിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വാലും മുതില്ലുമായി മാറി. പിയച്ചാളും മറ്റുള്ളവരെ പേപ്പിക്കുന്ന ആളുണ്ട്. എവിടെ സന്താന പരമ്പര? സന്താന പരമ്പര എവിടെ? പേരക്കുട്ടിപ്പുളുണ്ടോ? ആര് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വികലമായി ചിത്രീകരിച്ച് സംസാരിക്കുന്നവരുണ്ടോ, എഴുതുന്നവരുണ്ടോ, ഹുവൽ അബ്തർ. അത് അക്കാലത്തേക്ക് മാത്രമല്ല എല്ലാ കാലത്തേക്കും ബാധകമാണ് എന്ന് രേഖപ്പെടുത്തിയ മഹാനുഭാവനാണ് ഇമാം നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇതിലെല്ലാവരും പെട്ടിട്ടുണ്ട്. അന്നത്തെ ആള് മാത്രല്ല, ഇനി ലോകത്ത് ആരൊക്കെ വരാനുണ്ടോ അവരൊക്കെ പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനെ അല്ലാഹു തആല ആദ്യം തന്നെ ഖുർആന്റെ മഹത്വം പറഞ്ഞ എന്താ? ദാലിക്കൽ കിതാബ്. ഇതൊരു സമ്പൂർണ്ണ ഗ്രന്ഥമാണ്. വീക്ക്നെസ്സുകൾ ഇതിൽ കാണാൻ കഴിയില്ല, വൈകല്യങ്ങൾ കാണാൻ കഴിയില്ല. സമ്പൂർണത, ഖുർആനിന്റെ ഏറ്റവും വലിയ സമ്പൂർണത ഒരു കാലത്തും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. എത്ര ശ്രമിച്ചാലും ശരി, എത്ര വിശുദ്ധ ഖുർആനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും ശരി, അതിന്റെ പൂർണ്ണത അവിടെ നിലനിൽക്കും.
ഇത് ഖുർആന് മാത്രമുള്ളതാണ്. ബാക്കിയുള്ള ദൈവിക ഗ്രന്ഥങ്ങൾക്ക് ഇത് ബാധകമല്ല. അതുകൊണ്ടാണ് ജലാലൈനിയിൽ കൊടുത്ത തഫ്സീറിൽ അല്ലദീ യഖ്റഉഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കിതാബ് ഇതൊരു കിതാബാണ്, ഇതൊരു സമ്പൂർണ്ണ കിതാബാണ്. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുന്നത്. ആ വാക്ക് വിശദീകരിച്ചുകൊണ്ട് അല്ലാമാ സ്വാവി അവർകൾ പറഞ്ഞു, വഹുവൽ ഖുർആൻ ഇഖ്തറസ ബിദാലിക അൻ ബാഖിൽ കുതുബിസ് സമാവിയ്യ, മറ്റു ദൈവിക ഗ്രന്ഥങ്ങൾക്ക് ഈ സവിശേഷതയില്ല, അത് തിരുത്തപ്പെടലുകൾക്ക് വിധേയമായിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് വാക്കുണ്ടെങ്കിൽ ഇപ്പോഴും അത് തിരുത്തിക്കൊണ്ടിരിക്കുക, എന്നും അത് തിരുത്താം. രണ്ടാമത്തെ മഹത്വം അല്ലാഹു പറയുന്നത് ലാ റൈബ ഫീ, യാതൊരു സംശയത്തിനും ഇതിൽ പതിവില്ല, പഴുതില്ല. അറബി ഭാഷ പ്രകാരം ഒരുപാട് വിഷയങ്ങൾ ആ വാക്കിനെ പറ്റി പറയാനുണ്ട്. വ്യാകരണ ശാസ്ത്രപ്രകാരവും ഒരുപാട് മഹത്വങ്ങൾ പറയാനുണ്ട്. ഒരു ചെറിയ തെറ്റിദ്ധാരണക്ക്, ഒരു ചെറിയ സംശയത്തിന് ഇതിൽ പഴുതില്ല, ഖുർആനിൽ സംശയമില്ല എന്ന ഈ ആയത്ത്, എന്ന ഈ വാചകം വിശദീകരിച്ച് അതേ മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാര് ധാരാളം ആളുകൾ, ഇമാം ബൈളാവിയും ഇമാം റാസി അടക്കമുള്ള മഹാന്മാർ ചോദിച്ചു, ഖുർആനിൽ സംശയിക്കുന്ന ആളുകൾ ധാരാളമുണ്ടല്ലോ, പിന്നെന്താ സംശയമില്ല എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ അർത്ഥം? അതിന് 3 വിഷയങ്ങൾ വെച്ച് അവർ മറുപടി പറഞ്ഞു. അതിലേറ്റവും സൗന്ദര്യമുള്ളത്, സംശയമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ചിന്തിക്കാൻ ഒരുപാട് തെളിവുകൾ നിഷ്പക്ഷമതികൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. വേണ്ട വിധത്തിൽ ബുദ്ധിയിരുത്തി നിഷ്പക്ഷതയോടെ ചിന്തിക്കുകയാണെങ്കിൽ സംശയിക്കാൻ പഴുതില്ല. ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണ് എന്നും ഇത് ഓതിക്കൊടുക്കുന്ന ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിലും ഈ വിശുദ്ധ ഖുർആൻ തന്നെയാണ് തെളിവ്. അപ്പൊ ഇത് വഹയാണ് എന്നതിലും അതുപോലെ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നതിലും ഒരു സംശയവുമില്ല. ഇതിലൊരു സംശയത്തിന് പഴുതില്ല. എന്താ പഴുതില്ലാത്തത്? കാരണം ചിന്തിക്കാൻ ഒരുപാട് തെളിവുകൾ ഇപ്പുറത്ത് അള്ളാഹു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംശയത്തിന് പഴുതില്ല. രണ്ടാമത്തൊരു മറുപടി പറഞ്ഞത്, അതെ, ഇത് മുഅ്മിനീങ്ങൾക്കൊരു സംശയവുമില്ല. കാരണം ഇപ്പുറത്ത് ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറയുന്നുണ്ടല്ലോ, വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതൊരു സംശയവുമില്ല. മൂന്നാമത്തൊരു മറുപടി, സംശയമില്ലെന്ന് പറഞ്ഞാൽ സംശയിക്കരുത് എന്നാണ്. പറച്ചില്ല അങ്ങനെയാണെങ്കിലും ഉദ്ദേശം നഹിയാണ്. സംശയിക്കാൻ ഇതിലൊരു വകുപ്പുമില്ല, ഒരു പഴുതുമില്ല. എങ്ങനെ സംശയിക്കാനാണ്? സംശയത്തിന് എന്ത് പഴുതാണുള്ളത്? അപ്പൊ അല്ലാഹു തആല ആ ചോദിക്കുന്നതൊക്കെ വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ടല്ലോ. ഇപ്പുറത്ത് ഇമാം ബൈളാവി തങ്ങൾ പറയുന്നുണ്ട്, ഇപ്പുറത്ത് അല്ലാഹു ചോദിക്കുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ കുറച്ചിങ്ങോട്ട് കഴിഞ്ഞാൽ, നമ്മുടെ അടിമയുടെ മേൽ നാം ഇറക്കിയതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, സംശയിക്കുന്ന ആൾക്കാരുണ്ടായിട്ടല്ലേ അല്ലാഹു അങ്ങനെ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ബുദ്ധി കൊണ്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ സംശയിക്കാനുള്ള യാതൊന്നുമില്ല. സംശയിക്കാനില്ല എന്നത് ഒരു പരിപൂർണതയാണ്. ഒരാളെ ജീവിതം അങ്ങനെ തന്നെയല്ലേ? ഒരാളെ ജീവിതത്തിൽ സംശയത്തിന് ഇടവരുത്താത്ത ഒരു വിഷയവും, സംശയത്തിന് ഇടവരുന്ന ഒരു വിഷയമില്ലെങ്കിൽ ഏറ്റവും പരിപൂർണനാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ആൾക്കാർ ഒരാളെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാരെ മനസ്സിലേക്ക് വരിക അയാളെ മൈനസ് പോയിന്റാണ്, അയാൾ എത്ര അംഗീകരിക്കും എത്ര സ്വീകരിക്കും എന്നുള്ളതിന് ഒരാളെ പറ്റി നമ്മൾ പറയാം. പിന്നെ നിങ്ങളെ നാട്ടിലെ മറ്റേ ആളില്ല, അയാൾ നല്ല മനുഷ്യനാട്ടോ, ഒരുപാട് നമുക്ക് ഗുണം ചെയ്ത ആളാണ്. അപ്പൊ കേൾക്കുന്ന ആളിങ്ങനെ ചിന്തിച്ചിട്ട് പറയും, നിങ്ങൾക്കൊക്കെ അങ്ങനെ ഗുണം ചെയ്ത് ശരിയാണ്, നമ്മളെ ആളെ അയൽവക്കത്താണ്, അയൽവാസിയൊക്കെ അയാളെ പറ്റൂല. അപ്പൊ കണ്ടോ അയാളെ മൈനസ് പോയിന്റ് പെട്ടെന്ന് പുറത്തു വന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അവിടുന്ന് കാമിലുമാണ്, മുഖമ്മിലുമാണ്. അതുകൊണ്ടാണ് 40 വർഷം കഴിഞ്ഞ് മക്കക്കാരോട് തങ്ങൾ ചോദിച്ചത്, ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഖിലൂൻ, മക്കക്കാരെ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിലേക്ക് വിളിച്ചപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിലേക്ക് വിളിച്ചപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 40 കൊല്ലം എന്റെ ജീവിതം നിങ്ങളിലാണ്. കുട്ടിക്കാലം എന്തെങ്കിലും പറയാണ്ടോ നിങ്ങൾക്ക്? എന്റെ യൗവനം, എന്റെ പ്രായപൂർത്തിയും പക്വതവും കൗമാരവും നിങ്ങളിലാണ്. നിങ്ങളെ കുടുംബ ജീവിതത്തിലൊക്കെ എപ്പോഴും പൊട്ടലും ചീറ്റലുമാണ്. കുടുംബജീവിതം ഞാൻ ആരംഭിച്ചത് നിങ്ങളിൽ നിന്നാണ്.
അതും വിധവയായ നേരത്തെ 2 ഭർത്താക്കന്മാരെ സ്വീകരിച്ചൊരു മഹദിയെ കൊണ്ട് 15 വർഷം നിങ്ങൾക്കിടയിൽ ആ മഹദിയെ കൊണ്ട് ഞാൻ ജീവിച്ചു. ഇപ്പൊ ഞാൻ ഈ ക്ഷണിക്കുന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നേരത്തെയുള്ള ജീവിതം തെളിവാണ്, ഞാൻ ഈ വിളിക്കുന്നത് സത്യമാണ് എന്നതിന്. എന്റെ ജീവിതത്തിന്റെ നല്ലൊരു കാലം നിങ്ങളിൽ ഞാൻ ചെലവഴിച്ചു, എന്താ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്തത്? അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് അവർ ചോദിപ്പിച്ചത്. കുട്ടിക്കാലത്ത് നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വളർന്ന് വലുതായി വന്നപ്പോ അങ്ങനത്തെ ഒരു കുട്ടി അറേബ്യയിലല്ല ഒരു ലോകത്തും അങ്ങനെ വളരൂല. അതുകൊണ്ടാണ് അവിടുത്തെ കമാലിയത്ത് വിവരണാതീതമാണ്. നോക്കാനൊന്നുകിൽ വാപ്പ അല്ലെങ്കിൽ വല്യപ്പ, 2 പേരുമില്ല, ഉമ്മയുമില്ല. സാഹചര്യം എത്ര വലിയ മലീമസമാണ്. അവിടെയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വളരുമ്പോ കുട്ടിത്വത്തിന്റെ വിശുദ്ധി എന്താണെന്ന് സ്വീകരിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരുന്നത്. അല്ലേ അബൂ താലിബ് അത്ഭുതപ്പെട്ടത്? 8ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തപ്പോൾ അബൂ താലിബ് പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒറ്റ കുട്ടിയുടെ നാവിൽ നിന്നും കേൾക്കാത്ത ഒരു ശബ്ദം ഭക്ഷണം കഴിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ലാ ഈ കുട്ടി ചൊല്ലുന്നത് ഞാൻ കേട്ടു. അബൂ താലിബ് അത്ഭുതപ്പെട്ടത് ഒരു സാധാരണ കുട്ടിയല്ല. ഭക്ഷണവും വെള്ളവും കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ഭക്ഷിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചാൽ പറയും അൽഹംദുലില്ലാഹ്. അബൂ താലിബ് ബിസ്മി അംദും പഠിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്താണ്. എത്ര വലിയ വിശുദ്ധിയാ! കുട്ടിക്കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കുട്ടികളും ഉണ്ടാവും കഅബന്റെ പരിസരത്ത് നഗ്നരായിട്ട് ഖുറൈശികൾ തവാഫ് ചെയ്യുമ്പോൾ. അങ്ങനത്തെ ഒരൊറ്റ ഘട്ടത്തിലും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയിട്ടില്ല. അല്ലാഹു തആല അവിടത്തേക്ക് കൊടുത്ത പരിശുദ്ധിയാണ്. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അത് കാണാനോ മറ്റോ പറ്റുകയില്ല. കഅബന്റെ പുനർനിർമ്മാണം നടക്കുമ്പോൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയ വയസ്സാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമുണ്ട്. മിനയുടെ അപ്പുറത്തുനിന്ന് എല്ലാവരും കല്ലേറ്റി കൊണ്ടുവരുമ്പോ തങ്ങളും അതിൽ സംബന്ധിച്ചു. നാട്ടുകാരൊക്കെ നടത്തുന്ന നല്ലൊരു പണിയല്ലേ. അതിൽ സംബന്ധിച്ചപ്പോ തോളിലേറ്റിയിട്ടാണ് കൊല്ലുകൊണ്ട്. തോളാണ്, ചുമലിലാണ് ഏറ്റേണ്ടത്. പക്ഷെ നമ്മളെ നാട്ടിലെ ആൾക്കാർ വേഗം തലയ്ക്ക് വെക്കുന്നതാണ്. തലയിൽ ഏറ്റാൻ പാടില്ല. തലയിൽ ചെറുതൊക്കെ ഏറ്റാൻ പറ്റും, തല ചുമക്കാനുള്ളതല്ല. അതിനാണ് ഇത്ര വീതി അല്ലാഹു തആല തന്നത്. തല തൊഴിലാളികൾ എന്നല്ല, ചുമട്ട് തൊഴിലാളികൾ എന്നല്ലേ പറയാം. ഒരു ചുമട് ചുമക്കുന്നത് അരിച്ചാക്ക് 1, 2, 3 എവിടെ വെക്കുന്നു? തലയില ചുമല്ല വെക്കാം, കുനിഞ്ഞങ്ങനെ പോകും. അപ്പൊ ചുമലിങ്ങനെ വെച്ച് കല്ല് കൊണ്ടുപോകുമ്പോ അബ്ബാസ് എന്നവര് പറഞ്ഞു, ചുമലിങ്ങനെ വെച്ച് കൊണ്ടുപോയാല് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ കല്ലിന്റെ അടിയിൽ കനത്തിനൊന്നും വെച്ചിട്ടില്ലെങ്കിലും മുറി വരും, അടയാളം വരും. അതുകൊണ്ട് ആ തുണിയൊന്ന് അയച്ചിട്ട് അവിടെ കല്ലിന്റെ അടിയിൽ നിന്ന് തിരികെ വെക്കാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാക്ക് കേട്ട് തുണിയൊന്നങ്ങനെ അയച്ചിട്ടേ ഉള്ളൂ, പൂർണ്ണമായിട്ട് അയച്ചിട്ടില്ല. തങ്ങൾ അപ്പോഴേക്ക് ബോധം കെട്ട് വീണുപോയി. ആ ഒരു സാഹചര്യം തങ്ങൾക്ക് പറ്റൂല. അതവർക്കിടയിൽ തന്നെ ആളുകൾക്ക് ബോധ്യപ്പെട്ടതല്ലേ. എത്ര സംഭവങ്ങളുണ്ട് അങ്ങനെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണ് ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുന്നത് ലാ റൈബ ഫീഹ്, എന്റെ ജീവിതത്തിൽ സന്ദേഹമില്ലാത്തതുപോലെ അല്ലാഹു തആല നിങ്ങളിലേക്ക് നിങ്ങളുടെ ഹിദായത്തിന് വേണ്ടി വെളിച്ചമായി അല്ലാഹു തആല തന്ന ഈ വിശുദ്ധ ഖുർആൻ ലാ റൈബ ഫീഹ്, സംശയത്തിന് പഴുതില്ല. പരിശുദ്ധ ഖുർആനിന്റെ 3ാമത്തെ മഹത്വം ഹുദല്ലിൽ മുത്തഖീൻ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഖുർആൻ നേർവഴിയാണ്, വഴികാട്ടിയാണ്. ഹാദിന്നല്ല അല്ലാഹു തആല പറഞ്ഞു, ഹുദന്നാ പറഞ്ഞത്. സന്മാർഗത്തിന്റെ അത്രയും വലിയ കട്ടയാണ് വിശുദ്ധ ഖുർആൻ, സന്മാർഗമാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് നേർവഴിയാണ്. മുത്തഖീങ്ങളാണ് ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഏറ്റവും ഉപകാരമുള്ള ആളുകൾ. ജനങ്ങൾക്ക് ഖുർആൻ മൊത്തത്തിൽ നേർമാർഗമാണ്. ഹുദൽ ലിന്നാസ് എന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ തന്നെ മറ്റൊരു ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. അപ്പൊ അവിടെ ജനങ്ങൾക്ക് മൊത്തത്തിൽ, ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക്, ശാസ്ത്രജ്ഞന്മാർക്ക്, എഴുത്തിന്റെ ആൾക്കാർക്ക്, അങ്ങനെ പലർക്കും മൊത്തത്തിൽ ഖുർആൻ തെളിവിനും ഉപകാരത്തിനൊക്കെയാണ്. പക്ഷെ യഥാർത്ഥ ഉപകാരം ഈ ഖുർആൻ കൊണ്ട് ഇരുലോകത്തും ലഭിക്കുന്ന ആളുകൾ മുഅ്മിനീങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് അൽ ബഖറയിൽ ഹുദല്ലിൽ മുത്തഖീൻ, സൂക്ഷ്മ ജീവിതം നയിക്കുന്നവർക്ക് ഖുർആൻ വഴികാട്ടിയാണ്, മാർഗദർശനമാണ്.
ഖുർആനിന്റെ ഹിദായത്ത് അല്ലാഹു നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തഖീങ്ങളായി തീരാനുള്ള ആളുകളെ പറ്റിയാണ് അല്ലാഹു മുത്തഖീൻ എന്ന് പറഞ്ഞത്. ഖുർആൻ സ്വീകരിച്ച് ഉൾക്കൊണ്ട് നടക്കുമ്പോൾ അവർ മുത്തഖീങ്ങളാകും. മുത്തഖീങ്ങൾക്ക് പിന്നെ ഒരു വഴികാട്ടിയല്ല, മുത്തഖീങ്ങളായി തീരാൻ പോകുന്ന ആളുകൾക്ക് ഖുർആൻ അങ്ങ് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവര് തഖ്വയുടെ വിശേഷണം സിദ്ധിച്ച് വിശുദ്ധ ഖുർആനിന്റെ വഴിയിൽ നടക്കും. അപ്പൊ ഖുർആൻ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവരെ പേരാണ് നല്ല നിലക്ക് ജീവിക്കുന്ന ആൾക്കാർ മുത്തഖീങ്ങളാണ്. മുത്തഖി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മുത്തഖി കാക്കുന്നവൻ, സൂക്ഷിക്കുന്നവൻ എന്നൊക്കെ പറയും. വിഖായത്ത് എന്നതിൽ നിന്നാണ് ഈ ഇസ്മു വന്നത്, മുത്തഖി എന്നുള്ളത്. അത് ശരിക്ക് ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ സാങ്കേതിക പ്രയോഗത്തിൽ ഇസ്മുൻ ലിമൻ യഖീ നഫ്സഹു അമ്മാ യദുറുഹു ഫിൽ ആഖിറ, പരലോകത്ത് ഉണ്ടാക്കുന്ന സർവ്വ വിഷയങ്ങളെ തൊട്ടും ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നവൻ. പരലോകത്തൊരു സംഗതി അടങ്ങേറാന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യാൻ നിൽക്കൂല, അവിടെ അത് കാണാൻ നിൽക്കൂല, കേൾക്കാൻ നിൽക്കൂല, എഴുതാൻ നിൽക്കൂല. അങ്ങനെ തഖ്വയോടെ ജീവിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ മുത്തഖി. ആ മുത്തഖിയായി തീരാൻ വിശുദ്ധ ഖുർആൻ അവർക്ക് മാർഗം കാണിക്കുന്നു. ഖുർആൻ സ്വീകരിച്ച് മുന്നോട്ട് പോകലോടുകൂടെ അവർ മുത്തഖിയാകും. മുത്തഖി എന്നതിന് പലപ്പോഴും വീക്ഷിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ കൽപ്പനകൾ മാനിച്ച് വിരോധനകൾ കൈയൊഴിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾ, അവർക്ക് വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ മാർഗദർശനമാണ്. അന്ന് മാത്രമല്ല, ഇന്നും മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ ഖുർആനെ സ്വീകരിക്കുന്ന ആളുകൾ നിലനിൽക്കുന്ന എല്ലാ കാലത്തോടും മുത്തഖീങ്ങൾ ഇവിടെ ഉണ്ടാകും. ആ മുത്തഖീങ്ങൾക്ക് വെളിച്ചമായി, വഴികാട്ടിയായി ഖുർആൻ അവരങ്ങനെ വഴി നടത്തിക്കൊണ്ടിരിക്കും. അവർ കാലപരിധിക്കുള്ളിൽ ഖുർആനിന്റെ ഹിദായത്ത് അവസാനിക്കുന്നില്ല. അങ്ങനെ ജനങ്ങൾ, മുഅ്മിനീങ്ങൾ ജീവിക്കുന്ന കാലത്തോളം വിശുദ്ധ ഖുർആനിന്റെ ഹിദായത്തും തുടരെ തുടരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുത്തഖീങ്ങൾക്ക് പറയപ്പെടുന്ന 5 ഗുണവിശേഷങ്ങളാണ് ഇനി താഴോട്ടുള്ള ആയത്തുകളിലൊക്കെ അല്ലാഹു പഠിപ്പിക്കുന്നത്. മുത്തഖീങ്ങൾക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന 5 അടയാളങ്ങൾ, അല്ലദീന യുമിനൂന ബിൽ ഗൈബ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭാഗങ്ങൾ അതാണ്. വിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കാനും പകർത്താനും ആ ഖുർആൻ കൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നേടാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ തണലിലായി ജീവിതം നയിച്ച് ഖുർആൻ ഹിദായത്ത് നൽകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമുക്കെല്ലാവർക്കും ഇടം നൽകി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ വിഷയത്തിലും അല്ലാഹു തആല സന്തോഷം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹ്, ഞങ്ങളെ ഒരുമിച്ച് കൂടിയ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. പരിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കാനും പകർത്താനും അതനുസരിച്ച് ജീവിതം നയിക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, സഹപാഠികൾ, സന്താനങ്ങൾ, കുടുംബക്കാർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും വിശുദ്ധ ഖുർആൻ കൊണ്ട് നീ ഹിദായത്ത് നൽകണേ റഹ്മാനെ. ഖുർആൻ പഠിക്കാനും ആ ഖുർആൻ ഓതാനും ഖുർആന് ഖിദ്മത്ത് ചെയ്യാനും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഏറെ സഹായകമായി ജീവിച്ച ഖുർആൻ മുഫസ്സിറുകൾ, അവർക്ക് നീ ദറജ ഉത്തരോത്തരം ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ. ആ ഖുർആൻ പണ്ഡിതന്മാരുടെ കീഴിലായി ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം പറഞ്ഞ മജ്ലിസാണ്. ദുആ കൊണ്ടറിയിച്ച പലരുമുണ്ട്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ റഹ്മാനെ. രോഗികളുണ്ട്, പലതരം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, നീ ശിഫ നൽകണേ റഹ്മാനെ. വിദേശത്തും സ്വദേശത്തുമുള്ള പലരുമുണ്ട്. ഞങ്ങൾ അൽഖമറിനെ സഹായിക്കുന്ന ഒരുപാട് സഹകാരികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഇവിടെയുള്ള മുതഅല്ലിമുകൾക്ക്, ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്നതിനും മറ്റുമൊക്കെ സഹായം ചെയ്യുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം 10 ദിവസം പ്രഭാഷണം നടത്തിയപ്പോൾ സഹായിച്ചവരുണ്ട്, വാഗ്ദാനങ്ങൾ ചെയ്തവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെയും വിഷമങ്ങൾ നീ ദൂരീകരിക്കണേ റഹ്മാനെ. രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. ഹലാലാ ലക്ഷ്യങ്ങൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. കടക്കാരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ.
കച്ചവടങ്ങളിലും കൃഷികളിലും മറ്റു ഏർപ്പാടുകളിലും ബറക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്. സങ്കടത്തോടെ വിഷമത്തോടെ കഴിയുന്ന ആളുകൾക്ക് ഈ ദുആന്റെ മജ്ലിസ്, ഈ സദസ്സ് നീ പരിഹാരമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹോസ്പിറ്റലിൽ കഴിയുന്ന പലരും ഉണ്ട്. ഇവിടെയുള്ള ഉസ്താദിന്റെ ഉപ്പ ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിന്റെ ടെസ്റ്റുകൾ അനുകൂലമാകാൻ പ്രത്യേകം ദുആ കൊണ്ടറിയിച്ചു. നീ അനുകൂലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും ആ രൂപത്തിൽ വിഷമത്തിലുണ്ട്. എല്ലാവർക്കും ആജിലായ ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളാക്കുന്നതിൽ കഠിനാധ്വാനം ചെയ്ത ഉപ്പമാര്, ഉമ്മമാര്, ഉസ്താദുമാര്, കുടുംബക്കാര്, അഭ്യുദയകാംക്ഷികൾ, സ്നേഹിതന്മാര് പലരും ഞങ്ങളോടൊപ്പമില്ല. അവരവർ കിടക്കുന്ന വിശ്രമ സ്ഥലങ്ങളിലേക്ക് അല്ലാഹുവേ ഞങ്ങൾ ഈ പറഞ്ഞതിന്റെ മഹത്വം നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.